സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, വി വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനം ചെയ്തുവല്ലോ. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് നമ്മൾ എല്ലാ വിറ്റ്നസിൻ്റെ എപ്പിസോഡുകളിലും നോർത്ത് ഇന്ത്യയിലും മറ്റുമൊക്കെ ആയിട്ട് ദീർഘവർഷങ്ങൾ മിഷണറി ജീവിതം നയിച്ച ദൈവദാസന്മാരുടെ അങ്ങനെയുള്ള ദൈവമക്കളുടെ അനുഭവങ്ങളാണ് കേൾക്കുന്നത്. ഇന്നും അങ്ങനെ ഒരു ജീവചരിത്രമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വളരെ പ്രാർത്ഥനയോട് കൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും, വിശ്വാസത്തിനും ബലത്തിനും ധൈര്യത്തിനും കാരണമായി തീരും. ഒന്നിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ പിതാവേ, ഞങ്ങളങ്ങ് സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അനുഗ്രഹീതമാകുന്ന ഈ നല്ല ഈവനിങ് സമയത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് അയച്ചിരിക്കുന്ന പ്രിയ അവിടുത്തെ ശ്രേഷ്ഠദാസനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണം കർത്താവെ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് അവിടുത്തെ മഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം കർത്താവെ. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ കർത്താവെ, ഞങ്ങളുടെ ബെനഡിക്ഷൻ വരെ പ്രത്യേക സാന്നിധ്യമുണ്ടാകണം. ഈ വീഡിയോ ദൂരത്തും ഒക്കെയായിട്ട് പല സ്ഥലങ്ങളിലിരുന്ന് കാണുന്ന ഓരോ നിൻ്റെ മക്കൾക്ക് അനുഗ്രഹമായി തീരണം. അവരുടെ ജീവിതത്തിൽ വലിയ ആത്മീക വ്യത്യാസങ്ങൾക്ക് കാരണമായി തീരണം. അങ്ങനെ അവിടുന്ന് ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. അതിയോടൊന്ന് ദൈവസാന്നിധ്യം കൂടിയിരിക്കണം. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുത്തെ മഹത്വം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുത്തുവാൻ അവിടുന്ന് വിശ്വസ്തനാകിയാൽ സ്തോത്രം. സകലമാനവും മഹത്വത്തോടത്തേക്ക് തരുന്നു. യേശുമൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ നടുവിലേക്ക് കർത്താവ് അയച്ചിരിക്കുന്ന പ്രിയ പാസ്റ്ററങ്കിളിനെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ദീർഘവർഷങ്ങളായിട്ട് നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. വലിയൊരു അനുഭവ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട പാസ്റ്ററങ്കിളിനെ വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ നമ്മുടെ ഇന്നത്തെ സെക്ഷനിലേക്ക് നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KM മാത്യു, പഞ്ചാബിൽ നിന്ന്. പാസ്റ്ററങ്കിളെ വെൽക്കം. ഒത്തിരി സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം പാസ്റ്ററങ്ങളുടെ ടെസ്റ്റിമണിയുടെ ഒരു ചെറിയ ഭാഗങ്ങൾ ഞങ്ങളിങ്ങനെ ഞാനും എൻ്റെ വൈഫ് വന്ന് കേൾക്കാനും അറിയാനും ഒക്കെ ഇടയായി തീർന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം. പെട്ടെന്ന് എൻ്റെ വൈഫ് പറഞ്ഞു, നമുക്ക് വേഗത്തിൽ പാസ്റ്ററങ്കിളിനെ നമ്മുടെ ആസാദിയിൽ ഒന്ന് കൊണ്ടുവരണം എന്നൊന്ന് പറവാനിടയായി തീർന്നു. ഒത്തിരി നന്ദി പറയുക. ആദ്യം തന്നെ ഒരു മടിയും കൂടാതെ ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ തന്നെ സമയങ്ങൾ അനുവദിച്ച് തന്നതിൽ ഒത്തിരി നന്ദി പറയുകയാണ്. പഞ്ചാബിലാണ് അല്ലേ? പഞ്ചാബിൽ കപൂർത്തല എന്ന സ്ഥലത്താണ് ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നത്. ശരി, കപൂർത്തല. വർഷങ്ങളായോ അവിടെ ആയിട്ട്? ഞാനിപ്പോഴേ നോർത്ത് ഇന്ത്യയിലായിട്ട് 51 വർഷമാണ്. 51 വർഷം. ശരി. എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് പഞ്ചാബ്, കാശ്മീർ, ആ ഒരു ഏരിയയിലൊക്കെ പോയ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളാണ് അല്ലേ 51 വർഷം എന്ന് പറയുമ്പോൾ? അതെ 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 അതെ. നമ്മുടെ ജമ്മു കാശ്മീരിൽ നിന്ന് ഷാമുവേൽ പാസ്റ്റർ, എന്താ സ്ഥലത്തിൻ്റെ പേര്, റിയാസിയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അവരും ഏകദേശമൊക്കെ ഈ ഒരു കണക്കാണ് 52 50 അല്ലേ? എന്നെക്കാളും 2 വർഷം കൂടെ സീനിയറാണ് അദ്ദേഹം. ശരി ശരി. നാട്ടിലെവിടെയാ പാസ്റ്റർകളെ? ജനിച്ചു വളർന്നൊക്കെ എവിടെയാ? ഞാൻ കോട്ടയം, കേരളത്തിൽ കോട്ടയം ജില്ലയില് തോട്ടയ്ക്കാട് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഒരു നാമധേയ ക്രിസ്തീയ കുടുംബത്തില് ജനിച്ചു വളരുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. തോട്ടക്കാട്. അതെ. മാതാപിതാക്കൾ, സഹോദരങ്ങളൊക്കെ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ, പാസ്റ്ററുകളുടെ കുടുംബത്തെക്കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ സന്തോഷമായിരുന്നു. ഓക്കെ. എൻ്റെ പിതാവിൻ്റെ പേര്, പിതാവും മാതാവും എൻ്റെ മൂത്ത സഹോദരി ലോകത്ത് മാറ്റപ്പെട്ടു പോയി. ഇനി ഞാനും എൻ്റെ ഒരു സഹോദരി മാത്രമേ ഉള്ളൂ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നത്. ഒരു ചെറിയ സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്ന്. ഞങ്ങളെ CSA പശ്ചാത്തലമായിരുന്നു ഞങ്ങളുടെ ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ട്. അവിടുന്നാണ് വാസ്തവമായി രക്ഷയുടെ അനുഭവം പ്രായപ്പോൾ കർത്താവ് എനിക്കിടയാക്കിയത്. ഞാനിവിടെ ശുശ്രൂഷ ശേഷമാണ് 78 ഞാൻ മാര്യേജ് ചെയ്യുന്നത്. അതിനുശേഷം ഞങ്ങൾ ഒന്നിച്ച് നോർത്ത് ഇന്ത്യയിൽ കടന്നു വന്നു. എനിക്ക് ഭാര്യ 2 ആൺമക്കളെ കർത്താവ് തന്നു. അവർ 3 പേരിപ്പോഴേ നിത്യതയിലാണ്.
എന്നോട് കൂടെ ഇപ്പോഴെ മക്കളാരുമില്ല, ഭാര്യയുമില്ല. ഇപ്പോഴെൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, എൻ്റെ മൂത്ത മോൻ്റെ വൈഫ് അവളെ പഠനം കഴിഞ്ഞ് ഗവൺമെൻറ് അവളെ UK ഒരു ജോലിക്ക് വേണ്ടി പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇളയ മോള് നാട്ടിലായിരിക്കും. ഇളയ മോൾ, എൻ്റെ മോൻ്റെ മരണശേഷം അവർ വന്ന് ഇളയ മോളെയും അവർക്കൊരു കുഞ്ഞുണ്ട്. ഇപ്പോഴും 4.5 വയസ്സായി കുഞ്ഞുമായിട്ട് നാട്ടിലേക്ക് കടന്നുപോയി. ആ മോളെ പിതാവും മാതാവും മരിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായി വളരെ ദുഃഖത്തിലാണെന്ന്. അങ്ങനെ ഞാൻ കഴിഞ്ഞ 2024 ആ മോളും കുഞ്ഞിപ്പോൾ എന്നോട് കൂടെ ഉണ്ട്. ഞങ്ങൾ 3 പേരും ഇപ്പോഴെ കപ്പൂർത്തലയിൽ കർത്താവിൻ്റെ വേണ്ട ബന്ധത്തിൽ ആയിരിക്കുകയാണ്. പ്രശ്നങ്ങളെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ സാക്ഷ്യത്തിൽ കേട്ടിരുന്നു. പ്രത്യേകിച്ചും പ്രശ്നങ്ങളുടെ വൈഫും മക്കൾ 2 പേരും അടുത്തടുത്ത സമയങ്ങളിൽ വേർപെട്ട് ഒരു വലിയ ജീവിതത്തിൽ ഒരു വലിയ അനുഭവത്തിലൂടെ കടന്നു പോയതല്ലേ അന്ന് ഉള്ള സാഹചര്യങ്ങളൊക്കെ. അതെ, വലിയൊരു ഇയ്യോബൊക്കെ അനുഭവിച്ചതുപോലെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് ആളുകൾ മാറ്റപ്പെടുന്ന ഒരു അനുഭവം. ഇന്നത്തെ സാക്ഷ്യത്തിൻ്റെ ഒരു വ്യത്യസ്തത അതാണ് കേട്ടോ. വലിയ ഒരു ജീവിതാനുഭവമുള്ള ഒരു പ്രിയ പാസ്റ്ററുകളാണ് നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണ, കരുതൽ ഒക്കെ ഒത്തിരി അനുഭവിച്ചൊരു പാസ്റ്ററുകളാണ്. അതുകൊണ്ട് ഇനി ഞാൻ അധികം ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, അനുഭവങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുക കേട്ടോ. ആരംഭം മുതൽ തന്നെ പാസ്റ്ററുകളിന് പറയാം, ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം. അതോടൊപ്പം തന്നെ പ്രിയമാമയുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾ പാസ്റ്ററുകൾ നമ്മളോട് സംസാരിക്കും, പിന്നെയും സംസാരിക്കും. വേദനിക്കുന്ന അനുഭവങ്ങളാണെന്ന് എനിക്കറിയാം. പക്ഷേ കർത്താവിൻ്റെ പ്രിയ ദാസന് കർത്താവ് കൊടുത്ത ധൈര്യത്തിനും ബലത്തിനുമായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഷെയർ ചെയ്യാം കേട്ടോ. അത്യാവശ്യം ഉണ്ടല്ലേ ഞാൻ ഇനി ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷമുണ്ട് ഈ അസാദ് മീഡിയയിൽ കൂടെ എന്നെ വിടിവിച്ച് എന്നെ സഹായിച്ച് നിലനിർത്തുന്ന യേശുവിൻ്റെ ഒരു സാക്ഷിയായി തീരുവാൻ കൃപ തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിന് എന്നെ ക്ഷണിച്ച പാസ്റ്ററുടെ കുടുംബം, ടീമിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വാസ്തവമായി വിശ്വസിക്കുന്നു, ഇന്ന് രാത്രികാലം എന്നെ സഹായിച്ച ദൈവം ഇത് കേൾക്കുന്ന അനേകർക്ക് ആശ്വാസമായി, വിടുതലായി, ധൈര്യമായി മുന്നോട്ട് നടത്തുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഞാൻ ചെറുപ്രായത്തിൽ തന്നെ എനിക്കൊരു ചെറിയ ജോലി കിട്ടി. ജോലി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലുള്ള പ്രിന്റിംഗ് പ്രസ്സിൽ പ്രിന്റിംഗ് ആയിട്ട് ഞാൻ ജോലി പ്രവേശിച്ചു. ചെറുപ്രായത്തിൽ തന്നെ അല്പം പൈസ കിട്ടിയത് കൊണ്ട് കൂട്ടുകാരുകളുമായി ഈ ലോകത്തിൻ്റെ വഴികളൊക്കെ പോകാൻ ഇടയായിത്തീർന്നു. എന്നാൽ ചർച്ചിലും മറ്റ് കാര്യങ്ങളൊക്കെ വളരെ ആക്റ്റീവായിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെ എൻ്റെ 16-ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോഴേ ഞങ്ങളുടെ അടുത്തൊരു പെന്തക്കോസ് കൺവെൻഷൻ, ഞങ്ങളുടെ ഒന്നും ആ കാലത്ത് പെന്തക്കോസുകാർ അധികമില്ലായിരുന്ന ഒരു സമയമായിരുന്നു. ആ പെന്തക്കോസ് കൺവെൻഷനിൽ ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പെന്തക്കോസുകാരൊക്കെ മറുഭാഷ പറയുന്നവരാണെന്ന്. ഇന്നത് അന്യഭാഷ എന്നുള്ള. അന്ന് ഈ മറുഭാഷ കേൾക്കാൻ ഞങ്ങളുടെ 1-2 ചെറുപ്പക്കാർ ആ മീറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ പന്തലിൻ്റെ ഏറ്റവും പുറകില് ഇങ്ങനെ അതിനു വേണ്ടി കാത്തിരിക്കുക, മറുഭാഷ കേൾക്കാൻ വേണ്ടി. അങ്ങനെ ആ ദൈവത്തിൻ്റെ വലിയൊരു ദാസൻ വചനം പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പ്രോട്ടോക്കോള് അവസാനം ചോദിക്കുകയാണ്. ആ പുറകിൽ നിൽക്കുന്ന യൗവനക്കാരോട് ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ നിത്യത എവിടെ പോകും? ആ ചോദ്യത്തിന് മറുപടി എനിക്ക് അന്നേരം കൂട്ടുകാരുമായി നിന്നുകൊണ്ടൊന്നും മനസ്സിലായില്ല. വീട്ടിൽ വന്ന് ഞാൻ ആ കാര്യം ചിന്തിപ്പാനിടയായി തീർന്നു. മരിച്ചാൽ എവിടെ പോകും? എൻ്റെ അന്നത്തെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരിച്ചു കഴിഞ്ഞാൽ അല്ലെ ക്രിസ്ത്യാനി ആയതുകൊണ്ട് സ്വർഗത്തിൽ പോകുമെന്നായിരുന്നു എൻ്റെ വിചാരം. എന്നാൽ അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. എനിക്കറിയാവുന്ന ഭാഷയിൽ
എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച, കർത്താവേ, ഇനി ഒരു ജീവിതമുണ്ടെങ്കിൽ അതിൻ്റെ യേശുവിന് വേണ്ടി മാത്രമാണെന്ന് ഒരു തീരുമാനമെടുത്തു. കാരണം അന്ന് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടായെന്ന് എനിക്ക് തന്നെ അനുഭവപ്പെടാൻ തുടർന്നു. അങ്ങനെ ഞാൻ ജോലിക്ക് പോയി. ഞാൻ എല്ലാവരും നിന്നൊരു വ്യത്യസ്ത രീതിയിലേക്ക് ഞാൻ മാറ്റപ്പെടുവാനിടയെ തീർന്നു. എന്നെ കാണുന്നവരും വീക്ഷിക്കുന്നവരൊക്കെ എന്തു സംഭവിച്ചു എന്ന് അവർ തന്നെ ചോദിക്കാനിടയെ തീർന്നു. എന്നാൽ ഒരു ദിവസം രാത്രിയിലെ ഞാനൊരു സ്വപ്നം കാണും, ദർശനം പോലെ. ഇങ്ങനെ ഒരു റൗണ്ടിൽ എഴുതി കാണിക്കുകയാണ്, യേശു ഞാൻ കമ്മിങ് വെരി സൂൺ, യേശു വേഗം വരുന്നു, നീ എൻ്റെ സാക്ഷിയാകണം. ഈ വചനം കേട്ട് കഴിഞ്ഞപ്പോഴേ പെട്ടെന്ന് എനിക്കിത് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ അവിടെ ഒരു പെന്തക്കോസ്ത് സഭയില് തോട്ടയ്ക്കാട്ട് IPC ബഥേൽ ചർച്ച് എന്ന ഒരു പെന്തക്കോസ്ത് സഭയിലേക്ക് ഞാൻ ആദ്യമായിട്ട് കടന്നു ചെന്നു. അവിടെ കടന്നു ചെന്നപ്പോഴാണ് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, അനുഭവിക്കാത്ത ഒരു ആത്മീയ സന്തോഷം എനിക്ക് ആരാധനയില് അനുഭവപ്പെടേണ്ടി തീർന്നു. അപ്പൊ ഞാൻ അതിനുശേഷം പാസ്റ്ററുമായിട്ട് ഇച്ചിരി അടുത്തു. ഞാൻ ഈ വിഷയം അദ്ദേഹത്തോട് പറഞ്ഞപ്പോഴേ ആ കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞു, ആ സഹോദര, അമ്മേ, നിന്നെ ദൈവം വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുക. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം അമ്മേ, ആ കർത്താവിനെ ഞാൻ ജലത്തിൽ സാക്ഷിച്ചു. സ്നാനപ്പെട്ട ശേഷം ഞാൻ തീരുമാനമെടുത്തു, ദൈവത്തിൻ്റെ വചനം പഠിക്കണമെന്ന്. അങ്ങനെ പാമ്പാടി IPCയിലുള്ള പാമ്പാടി സെൻറ്ററിൻ്റെ അന്നത്തെ ആ സെൻട്രൽ പാസ്റ്ററായിരിക്കുന്ന, ഇപ്പോൾ നിത്യതയിലായിരിക്കുന്ന ബഹുമാന്യനായ പാസ്റ്റർ PK ചാക്കോ എന്ന് പറയുന്ന ആ വാത്സല്യ പിതാവിൻ്റെ കൈക്ക് സ്നാനമേറ്റു. അദ്ദേഹം അന്ന് കരുവറ്റായില് ഒരു ബൈബിൾ കോളേജ് സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായിരുന്നു. അദ്ദേഹത്തോടു കൂടെ ഞാൻ കരുവറ്റായിൽ പോയി 2 വർഷം ദൈവവചനം പഠിച്ചു കഴിഞ്ഞ ശേഷം ക്യാപ്റ്റൻ ശ്യാമൻ എന്ന് പറയുന്ന കർത്താവിൻ്റെ പ്രസിദ്ധനായ ദൈവദാസന് കുമ്പനാട് വന്ന് തന്റെ വചനം പറഞ്ഞപ്പോൾ തൽപ്രകാരം വിളിച്ചു, കാശ്മീരിലെ അല്ലെ നോർത്ത് ഇന്ത്യയിലെ കർത്താവിനെ സാക്ഷീകരിപ്പാൻ, ഭാരത്തോടെ കടന്നു വരുവാൻ ആരെങ്കിലും ഏതെങ്കിലും യൗവനക്കാരുണ്ടെങ്കിൽ കടന്നു വരുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. അന്നത്തെ യോഗത്തിന് ശേഷം ഞാനൊരു അവിടുത്തെ അന്നത്തെ എബ്രോൺ ബൈബിൾ കോളേജിന്റെ ചാപ്പലില് തുറന്നു കിടക്കാൻ അവിടെ ഞാൻ പായിട്ടിട്ട് അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് ആഗ്രഹമുണ്ട്, നോർത്ത് ഇന്ത്യ പോണം, കാശ്മീരിൽ പോണം, ആഗ്രഹം പ്രാർത്ഥിച്ചപ്പോഴേ ഞാൻ ഞങ്ങളുടെ IPCയുടെ അധികാരികളോട്, അന്നത്തെ പാസ്റ്റർ PM ഫിലിപ്പ് അപ്പച്ചനോട് കാര്യം പറഞ്ഞു. അങ്ങനെ 1975 കാശ്മീരിൽ ഉദംപൂര് ഗഡിയില് താൻ ശുശ്രൂഷിക്കുന്ന സഭയില് പോവാൻ കർത്താവ് ഭാഗ്യം തന്നു. 5 വർഷം ഞാൻ 75 മുതൽ 1980 വരെ കാശ്മീരിന്റെ ലേ ലഡാക്ക് മുതൽ ചൈന ബോർഡറിലെ എല്ലായിടത്തും പോയി കർത്താവിന്റെ സാക്ഷീകരിപ്പാൻ കർത്താവ് ഭാഗ്യം തന്നു. അങ്ങനെ ഒരു 3 വർഷം കഴിഞ്ഞ ശേഷം ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ അന്നാണ് മാസ്റ്റർ PM അപ്പച്ചനോട് പറഞ്ഞു, മോനെ, നിങ്ങളുടെ വടക്കേണ്ടിയെ പോവുകയാണ്, ഒരു കൂട്ട് അത്യാവശ്യമായിരിക്കുന്നുണ്ട്, ഒരു വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ പ്രിയ മാതാവ് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയത്. ആ മാതാവ് മരിച്ച ശേഷം അന്ന് ഫോണില്ലാത്ത കൊണ്ട് ഒരു എഴുത്തെനിക്ക് കിട്ടി. ആ എഴുത്തിൻ്റെ അകത്ത് അമ്മ സുഖമില്ലാതെ വളരെ സീരിയസ് ആണ്, നിനക്ക് വരുവാൻ സാധിക്കുമെങ്കിൽ വരണം എന്നെഴുതി. ഞാനിത് എഴുതി കഴിഞ്ഞപ്പോൾ ഇപ്പോഴേ അമേരിക്കയിലുള്ള ഹൂസ്റ്റണിലുള്ള ഒരു സഹോദരനുണ്ട്, അദ്ദേഹത്തിന് സ്റ്റീവൻ എന്നാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്ന് അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ
അമ്മ എൻ്റെ കയ്യിൽ ഒരു പൈസയുമില്ല. ഞാൻ ഈ വിവരം അവിടെ പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് എനിക്ക് നാട്ടിലേക്കുള്ള വണ്ടിക്കൂരൊക്കെ തന്നു. നാട്ടിൽ ചെന്നു. നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മാതാവ് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ട് 1 മാസം കഴിഞ്ഞു വന്നാൽ വളരെ ഭാരമുണ്ടായി. എന്നാൽ എൻ്റെ അമ്മ അതിനുശേഷം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രായപ്പെടത്തുന്നു. എൻ്റെ പെങ്ങളും ഒരു പെങ്ങളുള്ളൂ. ആ പെങ്ങളും അമ്മ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു. എൻ്റെ ബ്രദറും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട്, എൻ്റെ പിതാവ് മാത്രം സ്നാനപ്പെട്ടില്ല. എന്നാൽ ആ പള്ളിയുടെ ചട്ടപ്രകാരം അദ്ദേഹം മദ്യപിക്കുക വീടി വലിക്കൊന്നുമില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ആ സമയത്താണ് എൻ്റെ വിവാഹകാര്യങ്ങളൊക്കെ വന്നു. എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ഒത്തിരി പ്രതികൂലമുണ്ടായിരുന്നു. എൻ്റെ വിവാഹത്തുള്ള കാര്യം ക്രമീകരിച്ചു. എൻ്റെ കുടുംബക്കാർ പലരും ആ പെന്തക്കോസ്താടെ കല്യാണത്തിന് വരുന്നില്ലെന്ന് പറഞ്ഞ് പലരും വരാതിരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 78 ഞങ്ങൾ അമ്മ ഇപ്പോൾ നാട്ടിലയക്കുന്ന പാസ്റ്റർ ജോൺ രാജൻ അമ്പാലെ ഞങ്ങളൊന്ന് ഇരിക്കുമ്പോഴാണ് എൻ്റെ മാര്യേജ് ആകുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പാല വന്ന ശേഷം വീണ്ടും കാശ്മീരിലേക്ക് കടന്നുപോയി. കാശ്മീരിൽ ചെന്നപ്പോഴേ എന്നോട് പറഞ്ഞു, മാത്യു, നിന്നെ ഞങ്ങള് ക്രിസ്തുവാളിൽ അയക്കാം. ക്രിസ്തു പറഞ്ഞാൽ ചൈനയുടെ ബോർഡെന്ന് പറഞ്ഞാൽ വളരെ ദുർഘടമേറിയ 5-6 അടി മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലമാണ് ക്രിസ്തുവാൾ. പോകാൻ ഇപ്പോഴൊക്കെ റോഡായി. അന്ന് ഒരു രാവിലെ 6 മണി മുതൽ 12 വരെ ഒരു സൈഡിലേക്കും, ഉച്ച കഴിഞ്ഞ് തിരിച്ചും. ഇടയ്ക്ക് ഒരു വണ്ടി പോകത്ത്. അത്രയും ചിന്നാവ് നദിയുടെ തീരമാണ്, അഗാധമായ കുഴിയാണ്. അവിടെ ഞങ്ങളെ പറഞ്ഞു വിട്ടു. വളരെ പ്രതികൂലത്തിന് നടുവില് അവിടെ വെച്ച് എൻ്റെ ഭാര്യ 1-2 പ്രാവശ്യം അമ്മയെ കാര്യങ്ങായി. എന്നാൽ എല്ലാം അബോഷനായി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ തണുപ്പത്ത് അമ്മ നിന്റെ വൈഫിൻ്റെ ശരീരം പ്രഗ്നൻസിക്ക് പറ്റിയൊരു ഒരവസ്ഥയല്ല, അതുകൊണ്ട് ഇവിടെ നിന്നാൽ ബുദ്ധിമുട്ടുണ്ടാകും. ആ കാര്യം ക്യാപ്റ്റൻ യേശാമോട് പറയും. അദ്ദേഹം ഞങ്ങളെ പഞ്ചാബിലേക്ക് പറഞ്ഞയക്കുന്നു. 3 സ്ഥലം ഞങ്ങൾക്ക് തന്നു. 1 അമൃത്സർ, 2 ഹോഷിയാർപൂർ, 3 കപ്പൂർത്തല. അദ്ദേഹം പറഞ്ഞു, കപ്പൂർത്തല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒറ്റ ക്രിസ്ത്യാനി ഇല്ല, ഒരു പള്ളിയില്ല, ഒന്നുമില്ല. അവിടെ നീ പോയി കർത്താവിൻ്റെ സാക്ഷിയിരിപ്പാൻ 3 ദിവസം സമയം തരാം, നീ പ്രാർത്ഥിച്ച് ഒരു മറുപടി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥന ആരംഭിച്ചു. 3-ാം ദിവസം ഞാനും എൻ്റെ ഭാര്യയും ദൈവത്തിൽ തീരുമാനമെടുത്തു കപ്പൂർത്തലയിൽ പോകണമെന്ന്. അങ്ങനെ ആ വിവരം ഞങ്ങൾ ക്യാപ്റ്റൻ അച്ഛനോട് പറഞ്ഞു. ഞങ്ങളെ അമ്മയിൽ ഒരു ബസ് കയറ്റി എന്നോട് പറഞ്ഞു വിട്ടു. അവിടെ ഞങ്ങൾ ബസ്സിലിറങ്ങിയപ്പോൾ എവിടെ പോകണം അമ്മയിൽ ഒരു അഡ്രസ്സില്ല. ബസ് സ്റ്റാൻഡ് ഇറങ്ങി. ഞങ്ങൾ 4 മണി, സന്ധ്യ 4 മണിക്ക് വന്നിട്ട് 1 മണിക്കൂറോളം ഞങ്ങളുടെ അവിടെ നിന്നു. സന്ധ്യയാകാറായി. എൻ്റെ ഭാര്യ വളരെ ഭാരപ്പെട്ടു, ഞാനും ഭാരപ്പെട്ടു. എന്ത് ചെയ്യണം? കയ്യിൽ പൈസ ഇല്ല. 90 രൂപ ഞങ്ങളുടെ കൈവശമുള്ളൂ. ഒരു മുറി എടുക്കണം. അങ്ങനെ ചിന്തിച്ച് അവിടെ രക്ഷാക്കാരുടെ ചുറ്റുപാടും കൂടി. എങ്ങോട്ടാ ചോദിച്ചാൽ പഞ്ചാബി അറിയത്തില്ല, എങ്ങനെ പോണമെന്നറിയാതെ വളരെ ഭാരപ്പെട്ടു. രണ്ടും അമ്മയെ മനസ്സിൽ കണ്ടത് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പട്ടണത്തിൽ വന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടി വഴികളെ ഒരുക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ ശർമ്മ എന്ന് പറയുന്ന ഒരു ഹിന്ദു യുവാവ് ഞങ്ങളുടെ അടുത്ത് വന്നു. ഞങ്ങളുടെ കയ്യിൽ ഈ പട്ടാളക്കാർ ഉപയോഗിക്കുന്ന ഒരു തകരപ്പെട്ടിയും ഒരു വെളിയിലാകുള്ളൊരു ബാഗും പറഞ്ഞ ആ പെട്ടിയൊക്കെ ഉണ്ട്. ഇത് കണ്ടോണ്ട് അദ്ദേഹം ഞാൻ പറഞ്ഞു, ഞങ്ങൾ ക്രിസ്ത്യൻ മിനിസ്റ്ററും കർത്താവിൻ്റെ പേര് ചെയ്യുന്നവരാണ്, ഞങ്ങൾക്കിവിടെ ഒരു മുറി വേണം, ഒരു വീട് വാടകയ്ക്ക് വേണം. അദ്ദേഹം ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയി. അദ്ദേഹത്തിൻ്റെ വീട്ടില് അമ്മ 12 വർഷം താമസിച്ചു. ഹാൻഡ് പമ്പാണ്,
ഇഷ്ടി നിർത്തിയിരിക്കുന്ന വീടാ. ഒന്നുമില്ല, ഫാനില്ല. പുറത്തോളം ജൂൺ മാസത്തിലെ ചൂടെന്ന് പറയുന്നത് വളരെ കഠിനമേറിയ ചൂടാണ്. ഞങ്ങൾ അവിടെ ആരും നിലത്ത് കിടക്കുന്ന, പഞ്ചാബില് നിലത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ വളരെ നാണക്കേടാണ്. ഞാനും എൻ്റെ ഭാര്യയും ഓരോ ദരി എന്ന് പറഞ്ഞാല് ഒരു പാ പോലെയാണ്, അത് വിരിക്കും, ഷീറ്റിടും, ഞങ്ങൾ കിടക്കാൻ തുടങ്ങി. ഒരു രാത്രിയാകുമ്പോൾ വീടിന്റെ മുകളിൽ ടെറസിൽ പോയി കിടക്കും. 4 മണിക്ക് ഇവിടുത്തെ സിഖുകാരുടെ ഗുരുദ്വാരയില് മൈക്ക് വെക്കുമ്പോൾ താഴെ ഇറങ്ങി വരും. അങ്ങനെ കുറച്ച് കാലം അവിടെ ആയി. ഞങ്ങളുടെ അന്ന് അവിടെ ഫാൻ, ഈ ചെറിയ ടേബിൾ ഫാന് വാടക കൊടുക്കും, 3 രൂപ ഒരു മാസം. ഞങ്ങളൊരു ഫാൻ മേടിച്ചു. എന്നാൽ ഫാന് സ്വിച്ച് ഇട്ടാൽ എന്തെങ്കിലും ഒരു കമ്പ് വെച്ച് കറയ്ക്കാൻ മാത്രമേ കറങ്ങത്തുള്ളൂ. അങ്ങനെ ആ വീട്ടിൽ 12 വർഷക്കാലം ജീവിച്ചു. ഞങ്ങൾ തീരുമാനമെടുത്തു, ഞാനും എൻ്റെ ഭാര്യയും ഞായറാഴ്ച ആരാധന ആരംഭിക്കും. ഞങ്ങൾ പാടും, പ്രാർത്ഥിക്കും, സങ്കീർത്തനം വായിക്കും, സാക്ഷ്യം പറയും, ഞാൻ പ്രസംഗിക്കും. ഞങ്ങളങ്ങനെ ചില നാൾ കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും ഓരോ ഗ്രാമങ്ങളിൽ രാവിലെ ഒരുങ്ങി ഞങ്ങൾ പോകും. ഏതെങ്കിലും ഗ്രാമത്തിൽ ചെന്നിട്ട് ഏതെങ്കിലും തുറസായ സ്ഥലത്ത് അവിടെ നിന്ന് ഞങ്ങളൊരു പാട്ട് പാടും. എൻ്റെ ഭാര്യ നന്നായി പാടുമായിരുന്നു. പാട്ട് പാടുമ്പോൾ പാട്ട് കേൾക്കാൻ അവിടെയുള്ള ഗ്രാമനിവാസികളൊക്കെ അടുത്ത് വരും. പലരും പൈസയൊക്കെ തരും. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പൈസ പിരിക്കാൻ വന്നതല്ല, എന്നാൽ ഞങ്ങൾ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതെന്ന് പറഞ്ഞു. മറ്റ് പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് ഭാഷ അറിയത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങളെ ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ മുന്നോട്ട് വന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറയും. അവരുടെ വിശ്വാസവും ദൈവത്തിൻ്റെ ഹിതമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ച് മടങ്ങി വന്ന് അന്ന് രാത്രിയിൽ ആ ഗ്രാമത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമേ, ചില രോഗികളെ സൗഖ്യമാക്കണമേ. ഞങ്ങൾ പറയാം, അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഞങ്ങളിവിടെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ആഴ്ച ചെല്ലുമ്പോൾ ഞങ്ങൾ പാട്ട് പാടുമ്പോൾ ആൾക്കാർ കൂടും. അങ്ങനെ ഞങ്ങള് പ്രാർത്ഥിച്ച പലർക്കും കർത്താവ് സൗഖ്യം കൊടുത്തു. ആ വീടുകളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറന്നു വന്നു. അങ്ങനെ നമ്മളെ ആ ചെറിയ കൂട്ടം ആരംഭിച്ചു. 1 2 മുറി നിറഞ്ഞു. ആ മിറ്റത്ത് ഷാമ്യാനിടും, അതിട്ട് ആരാധന ആരംഭിച്ചു. ഞങ്ങളുടെ മിറ്റവും നിറഞ്ഞു. ഞങ്ങൾ 7 വർഷം ഷാമ്യാനിട്ട് പുറത്ത് ആരാധന, തണുപ്പത്തും വെയിലത്തും അവിടെ ആരാധന ആരംഭിച്ചു. അങ്ങനെ ഞങ്ങള് ദൈവത്തിന്റെ സഭ വളരുവാൻ തുടങ്ങി. അനേകര് മുന്നോട്ട് കടന്നു വന്നു. അനേക സിഖുകാര്, ഹിന്ദുക്കളൊക്കെ മുന്നോട്ട് വന്നു. പലരും സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്തു. പലരും സ്നാനപ്പെട്ടു. അങ്ങനെ ചിലർ സ്നാനപ്പെടുത്തി, അവരുടെ മുടിയൊക്കെ വെട്ടിച്ച് സ്നാനപ്പെടുത്തിയപ്പോൾ പ്രശ്നമായി. എന്നെ ഓടിക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തു. നമുക്കെല്ലാം അറിയാം, ഒരു കാലത്ത് പഞ്ചാബില് 6 മണി കഴിഞ്ഞാൽ പിന്നെ ഒരു വാഹനം ഓടിക്കാൻ പാടില്ല, പുറത്താരും ഇറങ്ങത്തില്ല, നൈറ്റ് കർഫ്യൂ പോലെയാണ്. ഞങ്ങളൊരു ഗ്രാമത്തിൽ തിരിച്ചു വരുമ്പോഴാണ് എൻ്റെ കൂടെ ഒരു മലയാളി സഹോദരനുണ്ട്. അദ്ദേഹം ചില ദിവസത്തിൽ വീട്ടിൽ വന്നതാണ്. ഞങ്ങളിങ്ങനെ വണ്ടി കാത്തു നിൽക്കുമ്പോൾ, വണ്ടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ട്രക്കൊക്കെ ലോറിയൊക്കെ വരും, കൈ നീട്ടിയാൽ ഒരു നടത്തും. അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഒരു വാഹനം വന്ന് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് എൻ്റെ പേര് വിളിച്ചു പറയും, പാദ്രി സാബ് ആയിയെ, അപ്പുറത്തുള്ള ജാരകാഹം അക്കോബിൽ ലെക്കർ ജായി എന്ന് പറഞ്ഞാൽ വാ, നിങ്ങളെ കപ്പുറത്തിൽ വിടാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് അതേ ചാടി കയറി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രദറെ, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടു, നമ്മൾ പോകാമെന്ന് പറഞ്ഞു. അല്പം മുന്നോട്ട് പോയപ്പോഴേ അവരോട് പറഞ്ഞു, ഇന്ന് നിന്റെ അവസാന യാത്രയാണ്, ആമേൻ, അത് നിനക്ക് ഇനി ലോകത്ത് ജീവിപ്പാൻ ഞങ്ങൾ അനുവദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 6 മണിക്ക് പിടിച്ചുകൊണ്ട് പോയിട്ട് ആമേൻ ഒരു ഇടത്തോളം ഞങ്ങളാക്കി. ഞാൻ ആ സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല, കാരണം അത് അവന് പ്രയാസമായി തീരും.
അവിടെ ഞങ്ങളെ 6 മുതൽ 10 മണി വരെ അവിടെ ഇരുത്തി. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്കൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നു, എൻ്റെ ഭാര്യ നാട്ടിൽ ടീച്ചറായിരുന്നു. കർത്താവെ, അതെല്ലാം വിട്ടിട്ട് ഏകനായി ഈ അന്യജാതിക്കാരുടെ ഇടയ്ക്ക് വന്നിട്ട് അമ്മ ഇവന്റെ കയ്യിലായിപ്പോയല്ലോ എന്നൊക്കെ ദൈവത്തോട് മനസ്സുകൊണ്ട് പിറുപിറുത്ത് പ്രാർത്ഥന ആരംഭിച്ചു. 10 അവരുടെ ആൾ വന്നു, അവരുടെ ഏരിയക്കമ്മെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, കൊണ്ടുപോയ വ്യക്തി പറഞ്ഞു ഞങ്ങളെ വരാൻ പറഞ്ഞു. അദ്ദേഹം ഞങ്ങളെ മുമ്പിൽ നടക്കും, അവര് ആയുധമായിട്ട് പുറകെ വരും. എന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വയലിൽ ചെറുപ്പം ഓടിക്കോളാൻ പറയും. ഓടുമ്പോൾ പുറയിൽ വെടിവെച്ച് കൊല്ലുക എന്നുള്ള അവരുടെ പരിപാടി. അങ്ങനെ ഞങ്ങളിങ്ങനെ വഴിയെ മുന്നോട്ട് പോകുമ്പോൾ അന്ന് രാത്രി ഞാൻ ദൈവത്തോട് പിറുപിറുത്ത്, കർത്താവേ, തൊണ്ടയിൽ വെള്ളമെല്ലാം പറ്റി നടക്കുവാൻ ശേഷിയില്ലാത്തവനായി അന്നൊരു മൂത്തവൻ ജനിച്ചു, ഭാര്യയുണ്ട്, അവർക്കാരുണ്ട് എന്ന മനസ്സിൽ ഒത്തിരി ചിന്തയൊക്കെ എന്നെ വന്നു. ഞാൻ ഇങ്ങനെ വളരെ ക്ഷീണിതനായിട്ട് നടക്കുവാൻ കെൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് നടന്നു പോയപ്പോൾ അമ്മേ, ദൈവത്തിന്റെ ശക്തി എൻ്റെ മേൽ വന്നു. എൻ്റെ മനസ്സിൽ ദൈവാത്മ പറഞ്ഞു, അവന്റെ തോക്കിനെയും ബന്ധിക്കാൻ പറഞ്ഞു. ഞാൻ മലയാള ഭാഷയിൽ കരഞ്ഞുകൊണ്ട് അലറിക്കൊണ്ട്, യേശുവിന്റെ നാമത്തില് നിന്റെ തോക്കിനെ ബന്ധിക്കുന്നു പറഞ്ഞു. നീ എന്നാ പറഞ്ഞു ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചതാണെന്ന് പറഞ്ഞു. എന്നാൽ അല്പത്തിനും പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ 1 മണി വരെയും പലയിടത്തും ഞങ്ങളെ ഒതുക്കാൻ നോക്കി. എന്നാൽ സ്വർഗം അനുവദിക്കത്തില്ല. അവന്റെ കാഞ്ചി വലിക്കുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളെ, നമ്മളെ കരുതുന്ന ദൈവത്തെ ഓർത്ത് സ്തോത്രം ചെയ്തു. നിങ്ങളെ വിടുവിപ്പാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നമ്മളെ ആരാധിക്കുന്നത്. അന്ന് രാത്രിയിലെ 1 മണിയായപ്പോൾ എൻ്റെ ഭാര്യയെ കാണാതെ ഒത്തിരി വിഷമിച്ചു. രാവിലെ പോലീസൊക്കെ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, പാദ്രിസ് അവിടുന്ന് പൊക്കോണം, ഇല്ലെങ്കിൽ അവർ നിങ്ങളെ കൊല്ലൂന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ജീവിക്കാൻ വന്നവരല്ല, കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്ന യേശുവിന് വേണ്ടി മരിക്കുവാൻ ഞങ്ങൾ ഒരുക്കമാണെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മേ ഞങ്ങൾ താമസിച്ചു. ഇന്ന് ഈ പട്ടണത്തില് ഹല്ലേലൂയ ഞങ്ങളെ ദൈവം മാനിച്ചു. അനേക സഭകൾ തന്നു, അനേക വിശ്വാസികൾ തന്നു. ഇന്നും ആരോഗ്യത്തോടെ ദൈവം നടന്നോർത്ത് സ്തോത്രം ചെയ്യാണ്. അമ്മേ, നമുക്കൊരു ലക്ഷ്യം, നമുക്കൊരു ഒരു 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 ലക്ഷ്യമുണ്ടെങ്കിൽ ദൈവം നടത്തുവാൻ ശക്തനാണ്. അതിനുശേഷം എൻ്റെ മൂത്ത മോന് എഞ്ചിനീയറായിരുന്നു. അവൻ പഠിച്ച് നല്ല ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ നട്ടെല്ലിൻ്റെ അവസാന ഭാഗത്ത് ഒരു ഗ്രന്ഥി ഇങ്ങനെ വളർന്നു. ആ ഗ്രന്ഥി വളഞ്ഞപ്പോൾ അവൻ്റെ ഒത്തിരി വേദന ഉണ്ടായി. ജോലിക്ക് പോകണം, ബുദ്ധിമുട്ടാണ്, ഇരിക്കാൻ വയ്യ. അന്ന് ലുധിയാനയിലെ ഡോക്ടർ ചൗധരിയെ പോയി കാണിച്ചു. അദ്ദേഹമാണ് അമ്മ ജനറൽ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ. ഇന്നുകൊണ്ട് അദ്ദേഹത്തെ പോയി കണ്ടു. പറഞ്ഞു ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ട്, ചില ദിവസങ്ങൾ സൈഡ് ബാഗ് ഇടണം, അങ്ങനെ 1 മാസം അവധി എടുക്കണമെന്ന് പറഞ്ഞു. എന്നാൽ അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഞാനത് പഞ്ചാബിലില്ലായിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയപ്പോൾ സ്കാൻ ചെയ്തു. ആ ഗ്രന്ഥി കാണാമായിരുന്നു. എന്നാൽ ഓപ്പൺ സർജറി ചെയ്തപ്പോൾ ആ ഗ്രന്ഥിയുടെ സ്ഥാനത്ത് ഒരു കറുത്ത ചരട് പോലെ ഒരു സാധനം മാത്രമേ കണ്ടുള്ളൂ. അദ്ദേഹം പെട്ടെന്ന് കുപ്പിയിലെടുത്ത് എൻ്റെ ഭാര്യയെ കാണിച്ചു. ഇപ്പോൾ ഞങ്ങൾ കാണുന്നില്ല, ആ സ്ഥാനത്ത് ഒരു കറുത്ത ചരട് ആണെന്ന് കാണുന്നുള്ളൂ. കുപ്പിയിലെടുത്ത് ഞങ്ങൾക്ക് എൻ്റെ ഭാര്യയുടെ കൊടുത്തു. അമ്മ 2 ദിവസം കൊണ്ട് ഓപ്പറേഷൻ എൻ്റെ കുഞ്ഞിന് മൂത്ത മോനെ വീട്ടിൽ വിട്ടു. ഞാനൊരു കാര്യം പറയട്ടെ, അന്ന് രാത്രിയിൽ എൻ്റെ മോനോട് പറഞ്ഞു, ഡാഡി, എന്നെ വിടുവിച്ച ദൈവത്തിന് സാക്ഷിയാകണം. ഞങ്ങൾ 2 കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി സമർപ്പിച്ച്
ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഞങ്ങൾക്ക് തന്ന 2 കുഞ്ഞുങ്ങളെയും ഈ കർത്താവിന്റെ സാക്ഷിക്കൊണ്ട് ഞങ്ങൾ വേർതിരിക്കുന്നു പറഞ്ഞ് നമ്മൾ എല്ലാ ശനിയാഴ്ചയും കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ ആത്മീയത്തിലൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ശനിയാഴ്ചയും ഉപവാസ പ്രാർത്ഥനകൾ ഇന്നും അത് നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങള് അവിടെ തീരുമാനം ഉറച്ചു. ഞാൻ പറഞ്ഞു, മോനെ ഒന്നുകൂടെ ചിന്തിക്കണം. വളരെ പ്രതികൂലത്തിന്റെ കഷ്ടതയൊക്കെ ഉള്ള അനുഭവമാണ്. അവിടെ തീരുമാനത്തില്ല, എന്ത് വന്നാലും യേശുവിനെ ഞാൻ സാക്ഷീകരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഈ ലോകത്തില് ജോലി രാജിവെച്ചിട്ട് അവന് ഹല്ലേലൂയ NDCയില് ശ്രീറാംപൂർ യൂണിവേഴ്സിറ്റിയില് അവൻ പഠിക്കാൻ പോയി. അവിടുത്തെ ഡിഗ്രി കഴിഞ്ഞ് അവനെ ഒരു ആഫ്രിക്കൻ ചർച്ചില് ഒരു പാസ്റ്റായിട്ട് ദൈവം അവനെ ഉയർത്തി. അതിനുശേഷം ചങ്ങരക്കുളയുള്ള അല്ലെങ്കിൽ കുന്നംകുളം അടുത്ത് ഞങ്ങൾ ഒരു കല്യാണത്തിന്റെ കാര്യമൊക്കെ ശരിയാക്കി. മോളന്ന് കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെ കുഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന ശേഷം മോക്ക് PhDക്ക് ഉള്ള അഡ്മിഷൻ കിട്ടി. അങ്ങനെ എൻ്റെ മോനും മോളും ഡൽഹിയിലെ താമസമായി. മോനെ സഭയുടെ പാസ്റ്ററായിട്ട് അവിടെ ശുശ്രൂഷ ചെയ്യുന്നു. മോള് കോളേജിൽ പഠിക്കുന്നു. എന്നാല് ഞാൻ എൻ്റെ പിമ്പിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. വളരെ കഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വളരെ കഷ്ടങ്ങൾ. ആഹാരമില്ലാത്ത അനേക ദിവസങ്ങൾ. എൻ്റെ മൂത്ത മോനൊക്കെ ആഹാരമില്ലാതെ തളർന്നു കിടന്നിട്ടുണ്ട്. അവിടെയൊക്കെ ദൈവത്തോട് ദൈവമേ ഇതാണോ സുവിശേഷ വേല? എന്നാൽ ഒരിക്കൽ ഞാൻ എൻ്റെ വേദപുസ്തകമായിട്ട് ഞാൻ വീടിൻ്റെ മുകളിലെ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ കർത്താവേ, എൻ്റെ കുഞ്ഞ് ആഹാരമില്ലാതെ തളർന്നു കിടക്കുകയാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു വചനം തന്നു. ഞാൻ ഇന്ന് എൻ്റെ വേദപുസ്തകത്തെ അത് എഴുതി വെച്ചിട്ടുണ്ട്. കരയുന്ന കാക്കക്കുഞ്ഞിന് അതിന്റെ സൃഷ്ടാവാം ദൈവം ആഹാരം കൊടുക്കുന്നെങ്കിൽ തൻ രക്തത്താൽ വിളിക്കപ്പെട്ട എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എത്ര സമ്പന്നനാണെന്ന് ദൈവം എന്നോട് ശക്തമായി ഇടപെട്ടു. അതിനുശേഷം ദൈവം ഞങ്ങളെ മാനിച്ചു. ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. അതിനുശേഷം എൻ്റെ മൂത്ത മോന് അമേരിക്ക പോകാൻ ഒരു ചാൻസ് കിട്ടി. അമേരിക്കയിലെ പല സ്റ്റേറ്റുകളിൽ പോയി. അന്ന് ഹൂസ്റ്റൽ IPCയിലെ പാർശ്വരിക്കുന്ന ഷാജി ദാനിയൽ എന്ന് പറയുന്ന അവിടുത്തെ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ എൻ്റെ മോന്റെ അധ്യാപകനാണ്. NDCയിലെ താനൊരു അധ്യാപകനായിരുന്നുകൊണ്ട് അവിടെ താമസിച്ചു. അവിടെ വെച്ച് മഞ്ഞപ്പിത്തം പിടിപെട്ടു. പക്ഷെ ഒന്നും മനസ്സിലായില്ല. അവന് നല്ല ആരോഗ്യമുണ്ടായിരുന്നു കൊണ്ട് അവിടെ തിരിച്ചിവിടെ വന്നപ്പോൾ ഞാനും ഭാര്യയും ഇളയ മോനും ഞങ്ങളെ ആൻഡമാൻസിന്റെ നിക്കോബാറിന്റെ ചുമതലയോട് ഞങ്ങൾ അവിടെ പോയി. അവിടെ താമസമായി. ഇടയ്ക്കിടയ്ക്ക് വരും, അവിടെ താമസമായി. അങ്ങനെ ഒരു ദിവസം രാത്രിക്ക് എൻ്റെ മോനെ ഡൽഹിയിൽ നിന്ന് പഞ്ചാബിൽ വീട്ടിൽ വന്നപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് ട്രെയിനിൽ കയറിയപ്പോൾ നമ്മുടെ ഛർദ്ദിച്ചു, പനി ഉണ്ടായി. അവൻ്റെ മമ്മിയോട് പറയും, മമ്മി ഞാൻ നിങ്ങൾ ഛർദ്ദിച്ചു, പനിയാവുന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചോളം മോൻ ഡൽഹി ചെല്ലട്ടെ. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് കൊടുത്തു. വീണ്ടും രാത്രിക്ക് പനി കൂടി ഡൽഹിയിലെ അപ്പോളോ ഹോസ്പിറ്റൽ അവനെ അഡ്മിറ്റാക്കി. ഞങ്ങളെ പെട്ടെന്ന് മോള് വിളിച്ചു, ഡാഡി എളുപ്പം വരണം. ഞാനും ഭാര്യ ഇളയ മോനോട് ഓടി വന്നപ്പോൾ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് ഡോക്ടർ പറഞ്ഞു, ഫെബിന്റെ 2 ലിവറും 2 കിഡ്നിയും ഒരുപോലെ ഡാമേജായി. ജീവിക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ 30 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്നു. അവൻ മരിക്കുന്ന ദിവസം പറഞ്ഞു, ഡാഡി മമ്മി ഇന്ന് പോകണ്ട, എൻ്റെ മുറി താമസിക്കണം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആത്മാവിൽ നിറഞ്ഞ് ദൂതൊക്കെ പറയുന്ന കുഞ്ഞുങ്ങളായിരുന്നു. അന്ന് രാത്രി എൻ്റെ ഭാര്യയോടും എന്നോടൊക്കെ ദൂത് പറഞ്ഞു. എന്നോട് ഇപ്രകാരം പറഞ്ഞു, ഡാഡി ഇന്ന് രാത്രി ഈ ശരീരത്തിന് കർത്താവ് ഒരു വിടുതൽ തരുമെന്ന് ഞാൻ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ 2 മണിയായപ്പോൾ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി റൂമിലേക്ക് കൊണ്ടുപോയി. 2:30 ആയപ്പോൾ
അവിടുത്തെ ഡോക്ടർ, ഡ്യൂട്ടി ഡോക്ടർ, അദ്ദേഹം വിശ്വാസിയാണ്, മണിപ്പൂരുകാരനാണ്. ഡൽഹി ചർച്ചിൽ ഒന്നിച്ച് ഇവിടെ ആരാധിക്കുന്നവരാണ്. എന്നെ വിളിച്ച് പാസ്റ്റർ ഇവിടെ ചോദിച്ചു. ഞാൻ പറഞ്ഞ റൂമിലുണ്ട്, ഞാനിവിടെ വരികയാണെന്ന് പറഞ്ഞു. വന്നു, എന്നെയും കൊണ്ട് ഫെവിൻ അമ്മയെ വെന്റിലേറ്ററിൽ കിടത്തിയിരിക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ മുറി പോയി ചായ കുടിച്ച് പിന്നെ അല്പസമയം പ്രാർത്ഥിച്ചു, വചനം വായിച്ചു. പിറ്റേ ദിവസം 10 മണിയായപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അമ്മേ, ഞങ്ങളുടെ കുഞ്ഞ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയെന്ന്. ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത വലിയൊരു അനുഭവമായിരുന്നു. എന്നാൽ എൻ്റെ മൂത്ത മോനും അമ്മയായിട്ട് ഭയങ്കര ഒരു ആത്മാർത്ഥതയായിരുന്നു. അന്ന് മുതൽ ഡൽഹിയിൽ അന്ന് ഒരു ദിവസം അവിടെ വെച്ചു, പിറ്റേ ദിവസം പഞ്ചാബിൽ കൊണ്ടുവന്നു. എൻ്റെ മോനെ ഇവിടെ ഞങ്ങളുടെ ശവത്തിൽ അടക്കി. അതിനുശേഷം മോള് പഠനം ആരംഭിച്ചു കൊണ്ടിരുന്നു. ഞങ്ങൾ വീണ്ടും ആൻഡമാൻസിലേക്ക് പോയി. ഒരു 9 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് എന്തോ അസുഖങ്ങൾ, ചിലപ്പം ചെസ്റ്റിനുണ്ടായിരിക്കും, ലിവറിനോ ലങ്സിനോ, ഇങ്ങനെ കിഡ്നിക്കിന് മാറി മാറി ഒന്നും അറിയാത്ത രീതിയിൽ അസുഖങ്ങൾ തുടങ്ങി. അവിടുത്തെ ഹോസ്പിറ്റലുകാര് പറഞ്ഞു CMCയിലേക്ക് റെഫർ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഭാര്യ അവിടുന്ന് ഫ്ലൈറ്റില് CMCയിലേക്ക് പില്ലൂരി കൊണ്ടുവന്നു. അവിടെ 45 ദിവസം കിടന്നു. അവസാനം ഡോക്ടർ പറഞ്ഞു, അമ്മേ, പാർശ്വങ്ങളെ ആന്റിക്ക് ഇനിയും ആയുസില്ല, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചോളെന്ന് പറഞ്ഞു. ഞാൻ ശവപ്പെട്ടിക്കുള്ള കടയിലൊക്കെ പോയി കണ്ടു. അന്ന് രാത്രി ദൈവസ്ഥനെ മുട്ടുമടക്കി. ദൈവമേ, എൻ്റെ മൂത്ത മോൻ മരിച്ചു 2015 മരിക്കുന്നു. ഇനി ഒരൊറ്റ മരണം, അടുത്തൊരു മരണം എന്ന് പറയുന്നത് എനിക്കോ ഞങ്ങളുടെ സഭയ്ക്കോ ദേശത്തിനോ വലിയ ഭാരമുള്ള ഒരു വിഷയമാണ്. ഞാൻ ദേശം മുട്ടുമടക്കി പ്രാർത്ഥന ആരംഭിച്ചു. അന്ന് രാത്രിയില് ദൈവത്തോട് ശക്തമായി ഇടപെട്ടു. ഞാൻ അല്പം വിടു തരുമെന്ന് പറഞ്ഞു. ഞാൻ മടങ്ങി വന്ന് റൂമിൽ വന്നു. ഡോക്ടർ വന്നു. നമ്മൾ ഡോക്ടറെ ഡിസ്ചാർജ് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ ചെങ്ങനെ കൊണ്ട് ഞാൻ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ആംബുലൻസ് വേണം, ഒരു നേഴ്സ് അസിസ്റ്റന്റ് വേണം, ഓക്സിജൻ വേണം. ഞാൻ പറഞ്ഞതെല്ലാം ശരിയായെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങള് ട്രെയിനില് ഒരു സീറ്റ് ബുക്ക് ചെയ്തു. സെക്കൻഡ് ക്ലാസ് ബുക്ക് ചെയ്തു. അവിടെ ഞങ്ങൾ തിരിച്ചു പഞ്ചാബിൽ വന്നു. എന്നാൽ എൻ്റെ കർത്താവ് പ്രാവശ്യം ഒരു അത്ഭുത വിളിൽ തന്നു. പിന്നെ എൻ്റെ ഭാര്യ പിന്നെ ഒരു 3 വർഷം കൂടെ ഈ ലോകത്തിൽ ജീവിച്ചു. 3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ആൻഡമാൻസിൽ പോയി. ഇളയ മോനും അവൻ്റെ മമ്മിയും ഇവിടെ കപ്പൂർത്തിലെ ഞങ്ങളുടെ ഭവനത്തിലും ചർച്ചിലുമായിരുന്നു. സന്ധ്യക്ക് എന്നെ വിളിച്ചു പറഞ്ഞു, ഡാഡി, മമ്മിക്ക് ശ്വാസം എന്തോ തടസ്സമുണ്ട്. ഞാൻ പറഞ്ഞു CMC ലുധിയാനയ്ക്ക് പോകാൻ പറഞ്ഞു. പോകുന്ന വഴിക്ക് എൻ്റെ ഭാര്യ ഈ ലോകത്ത് മാറ്റപ്പെട്ടു പോയി. അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ 10 മിനിറ്റായി ജീവൻ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് എന്നെ വിളിച്ചു. ഞാൻ തിരിച്ചു വന്നു. ആമേൻ, എൻ്റെ ഭാര്യ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. അപ്പോഴ് എൻ്റെ മോനോട് ചോദിച്ചു, ഡാഡി, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ചാച്ചനും പോയി, മമ്മിയും പോയി, നമുക്ക് ഇനി ആരുണ്ട്? എന്നെ വല്ലാതെ വേദനിപ്പിച്ചൊരു ചോദ്യമായിരുന്നു അത്. ഞാൻ അവനറിയാതെ ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചു, ദൈവമേ, എന്താണ് ഒരു വിഷയം, ഒരു പരിഹാരം. അങ്ങനെ ഞാൻ അടുത്ത വർഷം ഉമ്പനാട് കൺവെൻഷൻ ചെന്നപ്പോൾ തിരുവനന്തപുരത്തൊരു കൺവെൻഷനെ വിളിച്ചു. ഞാൻ ആ കൺവെൻഷൻ അവിടെ ചെന്നു. അന്നത്തെ ശുശ്രൂഷ കഴിച്ച ശേഷം അവരെന്നെ ആഹാരത്തിൽ ക്ഷണിച്ചു. ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ പാസ്റ്ററുടെ മമ്മി പറഞ്ഞു, പാസ്റ്റർ, ഞങ്ങൾക്കൊരു മോളുണ്ട്, അവൾ BSc മൈക്രോബയോളജി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്, ജോലിയുണ്ട്, സുവിശേഷവേല താല്പര്യമുള്ള ഒരു പയ്യനെ വേണമെന്ന് പറഞ്ഞു. ഞാൻ ആ കാര്യം മോൻ പാസ്റ്റർ മോളും പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ,
എനിക്കൊരു മോനുണ്ട്, ചരിത്രമൊക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഇളയ മോൻ തിരിച്ച് നാട്ടിൽ വന്നു. അവർ കണ്ട് സന്തോഷിച്ചു. അവരെ എല്ലാ കാര്യം എഗ്രിമെന്റ് ചെയ്തു. എൻ്റെ മോനെ കല്യാണം കഴിഞ്ഞു. ഓർത്തോണം, 2015 മൂത്രം മരിക്കുന്നു, 2018 എൻ്റെ ഭാര്യ മരിക്കുന്നു. അതിനുശേഷം 2019 എൻ്റെ ഇളയ കുഞ്ഞിൻ്റെ കല്യാണം നടന്നു. അങ്ങനെ അവർക്കൊരു കുഞ്ഞുണ്ടായി. അപ്പോൾ അവനിവിടെ ഒരു ജലന്ധറില് ഈ എയർഫോഴ്സുകൾക്ക് പഠിപ്പിക്കുന്ന ഒരു കോളേജുണ്ട്. അവിടുത്തെ അഡ്മിനായിട്ട് അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അവൻ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവനെ പഞ്ചാബ് ഗവൺമെന്റിന്റെ മൈനോറിറ്റി മെമ്പറായിട്ട് സെലക്ട് ചെയ്തു. ജോലി കിട്ടി, എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം രാത്രിക്ക് സന്ധ്യയ്ക്ക് ഞാനിരിക്കുന്ന ഈ ഓഫീസാണ് ചർച്ചിന്റെ. ഈ ഓഫീസ് ഇരിക്കുമ്പോൾ എൻ്റെ മോനെ, എൻ്റെ വൈഫ്, അവൻ്റെ കുഞ്ഞ്, ചർച്ചിലുള്ള ചെറിയ അവരൊക്കെ ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ ശരീരം ഇങ്ങനെ വിയർത്തു. ഞാൻ ചോദിച്ചു, മോനെ എന്ത് പറ്റി? എന്നാൽ അവൻ പറഞ്ഞു, അറിയത്തില്ല. ഈ ചുറ്റും ഞങ്ങളെല്ലാം രൂക്ഷമായിട്ട് നോക്കി. പെട്ടെന്ന് വാഷ്റൂമിൽ പോണെന്ന് പറഞ്ഞു. പിള്ളേർ അവനെ പിടിച്ചോണ്ട് വാഷ്റൂമിൽ വെച്ച് അവിടെ വെച്ച് താഴെ വീഴുകയായിരുന്നു. അത് പെട്ടെന്ന് വണ്ടിയൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വിളിച്ചു പറഞ്ഞു. എന്നാൽ പോകുന്ന വഴിക്ക് എൻ്റെ കുഞ്ഞും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. അമ്മേ. അതിനുശേഷം പിറ്റേ ദിവസം അവൻ്റെ ശിശുവ സമയത്ത് മന്ത്രിമാരോട് വന്ന് പറഞ്ഞു, എൻ്റെ മോന്റെ ജോലി വേണമെങ്കിൽ മോള് പഠിത്തമുള്ളതുകൊണ്ട് ഗവൺമെന്റ് ജോലി കൊടുക്കാന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടുകാര് ഞങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ മോളെ കുഞ്ഞിനെ കൊണ്ടുപോയി. ഞാൻ ഒറ്റയായി. ജീവിതത്തില് പ്രതികൂലങ്ങൾ വരുന്നത്, നിരാശകള് എല്ലാം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തീർന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഇങ്ങനെ ഭാരപ്പെട്ടു. വീട് നോക്കുമ്പോൾ 3 അവിടെ എല്ലാ ബെഡ്റൂമുകളും ചുമ്മാതെ കിടക്കുന്നു. പണിക്ക് വരുന്നൊരു പെണ്ണുണ്ട്. അവള് ചായ ഉണ്ടാക്കിയാല് കുടിക്കാൻ തോന്നത്തില്ല. ആഹാരം ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്. പലപ്പോഴും ആഹാരം ഉണ്ടാക്കിയാല് മേശപ്പുറത്ത് വെച്ചേച്ച് അമ്മേൻ തിരിച്ചു പോരും. അങ്ങനെ 3 മാസക്കാലം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ 10 മണി വരെയും ചർച്ചിലെ പിള്ളേർക്ക് കൂടെ ഉണ്ട്. 10 കഴിഞ്ഞാല് ഞാൻ ഏകനായി. അതിനിടയ്ക്ക് ഈ ലക്ഷ്മിയെ അറിഞ്ഞുകൊണ്ട് കാനഡയില് നമ്മുടെ പഞ്ചാബി സഭയുണ്ട്, UK ഉണ്ട്. അവരെന്നെ പലപ്പം വിളിച്ചു, പോരെ സഭയൊക്കെ തന്നോളാൻ പറഞ്ഞു. ഞാൻ ദൈവത്തിന് പ്രാർത്ഥന ആരംഭിച്ചു. ദൈവമേ, എന്നാൽ വീട്ടിൽ നിന്ന് വളരെ പ്രതികൂലമുണ്ടായി. നീ ഒറ്റയ്ക്ക് എന്തെടുക്കണം, അവിടെ തിരിച്ചു പോരാൻ പറഞ്ഞു. നാട്ടിൽ ചെറിയ വീടൊക്കെ ഉണ്ടല്ലോ, അവിടെ താമസിക്കാന്ന് പറഞ്ഞ അവരും ഞങ്ങളൊക്കെ നിർബന്ധം ചെയ്തു. എന്നാൽ ദൈവത്തിന് പ്രാർത്ഥന ആരംഭിച്ചു. ഞാൻ അനേക ഇടങ്ങളിൽ, അനേക രാജ്യങ്ങളൊക്കെ പോയി യോവനെ കുറിച്ച് പ്രസംഗിക്കാറുണ്ട്. എന്നാൽ യോവന്റെ അനുഭവം സ്വന്തം ജീവിതത്തിൽ വന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, അവൻ പ്രസംഗിക്കുക മാത്രമല്ല സഹിപ്പാനും നിൽപ്പാനും കൃപയുടെ ദൈവത്തോട് പ്രാർത്ഥന ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഞാനിങ്ങനെ ഓഫീസിന്റെ സോഫയിൽ ഇങ്ങനെ കിടക്കുകയാണ്. 3 മാസം ഈ സോഫയിൽ ഇങ്ങനെ കിടക്കും. ഒരു ദിവസം രാത്രി 2 മണി ആയപ്പോൾ ഞങ്ങളുടെ ഈ ഓഫീസിന്റെ വെളിയിലൊരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൽ ഇങ്ങനെ ആരോണ്ട് മുട്ടുവാൻ തുടങ്ങി. ആരെന്നറിയാതെ ഞാൻ പെട്ടെന്ന് അവിടെ ചെന്നപ്പോൾ ആരെയും കണ്ടില്ല. വീണ്ടും ഈ സോഫയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു മയങ്ങിയപ്പോഴാണ് ഞാൻ ശബ്ദം കേട്ടു, ധൈര്യമായിരിപ്പിൻ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഈ മുറിക്കകത്ത് ആരെ കണ്ടില്ല. പിന്നെ മയങ്ങി കിടക്കുമ്പോൾ ഈ ശബ്ദം എന്നെ അമ്മയും അലയടിക്കാൻ തുടങ്ങി. ഞാൻ നിന്നോട് കൂടെയുണ്ട്,
ധൈര്യമായിരിക്കും. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഒന്നും മനസ്സിലായില്ല. എന്നാൽ ഞാൻ പിന്നെ ഇങ്ങനെ കിടക്കുമ്പോൾ അമ്മേ ഈ ശബ്ദം എൻ്റെ അകത്തേക്ക് ഓടി വരുവാൻ തുടങ്ങി. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ധൈര്യമായിരിക്കും, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അന്ന് എനിക്ക് മനസ്സിലായി, എന്നെ വിട്ട് എല്ലാവരും പോയി. മക്കൾ രണ്ടുപേരും പോയി, ഭാര്യ പോയി. മൂത്ത മോന്റെ വൈഫ് അവള് PhD ശേഷം അവളെ ഗവൺമെന്റ് UK പറഞ്ഞു വിട്ടു. ഇളയ മോന്റെ വൈഫും കുഞ്ഞും അവർ നാട്ടിലേക്ക് അവരെ കൊണ്ടുപോയി. ഞാൻ ഏകനായി ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, എല്ലാവരും കൈവിട്ടാലും എല്ലാവരും മറന്നുപോയാലും ആരുമില്ലെങ്കിലും അമ്മേ ഹല്ലേലൂയ, നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം മറന്നു പോകത്തില്ല. അമ്മേ ഞാൻ നിന്നെ മാറോട് ചേർത്ത് പരിപാലിക്കുമെന്ന് നമ്മൾ വായിക്കുക മാത്രമല്ല, അത് ജീവിതത്തില് രുചിവരക്കടുത്ത് എനിക്ക് ഭാഗ്യം തന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏതെല്ലാം കഷ്ടങ്ങളിൽ കൂടെ, ഭാരങ്ങളിൽ കൂടെ, വേദനയിൽ കൂടെ ആരുമില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അമ്മേ എന്നെ സഹായിപ്പാൻ ലോകത്തിൽ ആരുമില്ല, എന്ത് നഷ്ടം വന്നാലും ഞാൻ ഇന്ന് അമ്മേ സന്ധ്യാസമയത്ത് ധൈര്യമായി പറയട്ടെ, ആര് മറന്നാലും ആര് മാമേകളിൽ വിട്ടുപോയാലും അമ്മ മറന്നു പോകാത്ത, തള്ളിപ്പോകാത്ത ഒരു ദൈവമാ, ഒരു യേശുവാണ്, ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ധൈര്യമായിരിപ്പിൻ, എന്നെ സഹായിച്ച ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങളെ സഹായിപ്പാൻ ശക്തനെന്ന് ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മാറ്റമുണ്ടായി. ഞാൻ ശവക്കോട്ട് ചെന്ന് പലപ്പോഴും നോക്കും, എൻ്റെ ഭാര്യയുടെ കല്ലറ നടുക്കും, രണ്ട് കുഞ്ഞുങ്ങളുടെ കല്ലറ അപ്പുറത്തും ഇപ്പുറത്തും. ഞാൻ ദൈവത്തോട് പറയും, ഞാൻ എൻ്റെ മാനാട് നിങ്ങൾ ചോദിച്ചാൽ പറയാൻ അറിയാം, എൻ്റെ മക്കൾ രണ്ടുപേരും നന്നായി പ്രസംഗിക്കുകയും നല്ല വർഷമൊക്കെ ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ കർത്താവോട് ചോദിച്ചു, കർത്താവേ ഞാൻ ഇത്രയും പ്രായമായി, നീ എന്തുകൊണ്ട് എന്നെ അമ്മയെ ഹല്ലേലൂയ എടുക്കാതെ ഇവരെ എന്തുകൊണ്ട് വിളിച്ചു? ദൈവം ചൗക്കുട്ടനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അല്പവേല കൂടി ചെയ്ത് തീർപ്പാനുണ്ട്. അമ്മേ എന്നെ സന്തോഷിപ്പിച്ച് എന്നെ ധൈര്യപ്പെടുത്തിയത് ആ ഗസമന തോട്ടത്തില് നമ്മുടെ പാപഭാരം ഏന്തിക്കൊണ്ട് വിയർപ്പ് പോലെ രക്തമൊഴുക്കുന്ന യേശു വേദനയോട് പറഞ്ഞു, പിതാവേ ഇതൊന്നും മാറിയാൽ കൊള്ളാമായിരുന്നു. പെട്ടെന്നാണ് നമ്മളെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്റെ യേശുവിനോട് പറഞ്ഞു, അല്ല, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറ്റണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ ഇന്ന് ദൈവത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും അങ്ങയുടെ ഹിതത്തിന് വേണ്ടി എന്നെ തന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. പൗലോസിന്റെ ജീവിതത്തില് വേദനയുള്ള സമയത്ത് ദൈവത്തോട് 3 പ്രാവശ്യം പറഞ്ഞു, ഇതിന് പരിഹാരം തരണമെന്ന്. എന്നാൽ തിരുവചനം പഠിപ്പിക്കുന്നതിലാണ്, എൻ്റെ കൃപ നിനക്ക് മതി. അതാണ് എന്നെ ധൈര്യപ്പെടുത്തുന്നത്. ഒരടി അമ്മേഖലയിൽ കുറഞ്ഞു 39 അടി 5 പ്രാവശ്യമേറ്റിട്ടും ആ ശരീരത്തിൽ ആ കോൽ കൊണ്ട് അടിയേക്കുമ്പോഴും ഒറ്റ കാര്യമേ പൗലോസ് ജീവിതത്തിലുള്ളൂ, ഓട്ടം തികയ്ക്കണം, പോരാടണം, നിത്യത പോകണം. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയാണ്, കണ്ണുനീർ തൂകിയാലും അത് അവന്റെ കുപ്പിയിലുണ്ട്. എല്ലാ പ്രതികൂലങ്ങളായാലും ദാവീദ് പറഞ്ഞതുപോലെ കല്ലെറിയുവാൻ ആരും എതിരെ വന്നാലും എന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം ഞാൻ ധൈര്യമായി പറയട്ടെ, ഇപ്പൊ എനിക്ക് വയസ്സ് 71 ഇന്ന് ഞാൻ
40-50 കിലോമീറ്റർ ആക്ടിവേറ്റ് പോയി കർത്താവിന് വേണ്ടിയ സാക്ഷീകരിക്കും. ഇനി കർത്താവ് എൻ്റെ ശരീരത്തിന് ഒരു രോഗവുമില്ലാതെ എന്നെ നടത്തുന്ന സ്തോത്രം ചെയ്യാണ്. എനിക്കൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, കണക്ക് തീർക്കുന്ന ആളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുന്നു. ഈ പട്ടണത്തില് ഒരു 20 കിലോമീറ്റർ ചുറ്റളവില് ഒറ്റ വീട്ടിൽ പോലും സുവിശേഷം എത്തിയിട്ടില്ലെന്ന് പറയാതെ വണ്ണം കർത്താവിന് വേല ചെയ്യുവാൻ എനിക്ക് കർത്താവ് ഭാഗ്യം തന്നു. പ്രിയപ്പെട്ട ഒരു അല്പസമയോട് കർത്താവിന് താഴ്ത്തുള്ള അറിയത്തില്ല. ഒറ്റ ആശയമുള്ളൂ, നിത്യത ഉണ്ട്, വേദനയില്ലാത്ത, കഴുതിരില്ലാത്ത, ദുഃഖമില്ലാത്ത, മരണമില്ലാത്ത പ്രദേശം എന്റെ മുൻപുള്ളത് കൊണ്ട് കഷ്ടതയുടെ നടുവിലും വേദനയുടെ നടുവിലും പ്രത്യാശയുള്ളൂ. യേശു വരാറായി. അതുവരെ എന്നെ ഏൽപ്പിച്ച വേലകൾ അമ്മയെ വിശ്വസത്തോടെ ചെയ്യണം. ഇന്നും അനേക രാജ്യങ്ങളിൽ കർത്താവിൻ്റെ സമതര എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. ഞാൻ തീരുമാനമെടുത്ത് എന്ത് വന്നാലും അവസാന ശ്വാസം വരെയും ദൈവം എനിക്ക് ആയുസ്സും ആരോഗ്യം തരുന്നോളം കാലം ഈ കപ്പൂർത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് എൻ്റെ ലക്ഷ്യം. അമ്മേ പൗലോസ് ജീവിതത്തില് അവസാനം ഒരു കത്തെഴുത തീമോഥെയോസിന്, നീ വരുമ്പോൾ എൻ്റെ പുതപ്പോടെ കൊണ്ടുവരണം. ആ കാരാഗ്രഹത്തിൽ ആ ശരീരം തണുത്ത് വിറയ്ക്കുമ്പോൾ ഒന്ന് പുതച്ച് കിടക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു തീമോഥെയോസ്. ഈ പുതപ്പുമായിട്ട് ജയിലിൽ ചെല്ലുമ്പോൾ പൗലോസ് ഈ ലോകത്തിലില്ല. ഒന്ന് പുതച്ച് കിടക്കാൻ പോലും അവസരം ലഭിച്ചില്ല. അങ്ങനെയെങ്കിൽ യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്യ മക്കളെ, ധൈര്യമായിരിക്കും. യേശു വരാറായി. കണ്ണീർ തുടക്കൊരു ദിവസമുണ്ട്. അതിനായിട്ട് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുക. അപ്പൊ തന്നെ എൻ്റെ മോനൊരു പാട്ട് എഴുതി, ഹിന്ദിയിലാണ്. അമ്മേ, ദൈവമേ, എന്നെ ഒന്ന് പണിയണമേ, എന്നെ ഒന്ന് വെടിപ്പാക്കണമേ. എനിക്ക് നിന്റെ അമ്മയൊരു വലിയ കൃപ ലോകത്തെ അറിയിക്കുന്ന ഒരു പാട്ടും എഴുതി. ഒരു പ്രാവശ്യം മാത്രമേ ചർച്ചില് പാടിയുള്ളൂ. അത് കഴിഞ്ഞ് അവൻ്റെ ഭാര്യ മോള് ആ പാട്ട് ട്യൂൺ ചെയ്ത് ലോകത്തെ അനേകർക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കാര്യം വിളിച്ചു പറയട്ടെ, യേശു വരാറായി. യേശു വരാറായി. പറന്നു പോകുവാൻ സമയം ആസന്നമായിരിക്കും. നമുക്ക് ഒരുങ്ങാം. അമ്മ, അതിന് ഞാൻ ഒരു കാര്യം ഞാൻ മറന്നുപോയി. എൻ്റെ മോൻ ഒരു തീപ്പൊളലൊക്കെ ഏറ്റു. തീപ്പൊളം എന്ന് പറഞ്ഞാല് വീട്ടിൽ ഗസ്റ്റ് വന്നു, 4-5 പേര്. ചായ എല്ലാം മോന്റെ സോസ്പാനിലെ മുഖത്തെല്ലാം വീണു, മരിക്കുമെന്നൊക്കെ വിധി പറഞ്ഞതാണ്. എന്നാൽ അവിടുന്ന് എല്ലാം ദൈവം വിടുവിച്ചു. കൊടുക്കാനുള്ള പൈസയൊക്കെ ദൈവം അത്ഭുതമായി കൊടുത്തു. അമ്മ, ദൈവത്തിന് വേണ്ടി നേരെ നിന്നാൽ ദൈവം നമുക്ക് വേണ്ടി നേരെ നിൽക്കും. ജീവിതത്തിലെ ഭാരം വരുമ്പോൾ പത്രോസ് മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ എന്നെ പൊക്കുന്ന ഒരു കരമുണ്ട്. നിരാശ വരുമ്പോൾ, ആരുമില്ലാന്ന് ചിന്തിക്കുമ്പോൾ, പത്രോസിനെ പോലെ സിബിരിയാത് കടത്തിരുത്ത് മീൻ പിടിക്കാൻ പോയെങ്കിലും പുറകെ ചെന്ന് കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് പിന്നെയും അണച്ചതുപോലെ യേശു അടക്കപ്പെട്ട ശേഷം യഹൂദന്മാരെ പേടിച്ച് മുറിക്കകത്ത് കാത്തിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇറങ്ങിച്ചെന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തിയ അതേ ദൈവസ്നേഹം അമേൻ ഈ വരും കാലങ്ങളില് അമേൻ എന്നുവരെ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും തരുവോ അന്ന് വരെയും ഞാൻ നിന്നോട് കൂടെയുണ്ട്, ധൈര്യമായിരിപ്പിൻ എന്ന് എന്നോട് പറഞ്ഞ അതേ ദൈവം നിങ്ങളോട് കൂടെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്.
നമുക്കൊരുങ്ങാം. അമ്മേ ഹല്ലേലൂയ. നമുക്ക് വേണ്ടി നമ്മൾ പാടും. ഒരു കൈത്തിരി പോലെ കത്തി എരിയണമേ. അതിന്റെ ഇന്ത്യയിൽ പ്രകാരമാണ് പറഞ്ഞത്, ജയ്സേ വ്യക്തിക്ക് സമ്മാൻ ജൽത്തേ ഹുവേ. ഒരു മെഴുകിരി കത്തുന്നത് അതിനൊന്നും പ്രയോജനമില്ലെങ്കിലും ആ ചെറിയ തീനാളത്തില് അനേകർക്ക് പ്രകാശം ലഭിക്കത്തക്കവണ്ണം ഓരോ ദിവസം കത്തി 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 തീരുമ്പോൾ ഹല്ലേലൂയ ആമേൻ, അനേകർക്ക് പ്രകാശം പകർന്നതുപോലെ എന്റെ ലക്ഷ്യം അതേ ഉള്ളൂ. കത്തിത്തീരുന്നത് അനേക ആശ്വാസം എത്തിയിട്ട് ഇന്ന് ഈ പട്ടണത്തില് ആയിരക്കണക്കിന് അവൻ വിശ്വാസമുണ്ട്, അത് ഇൻഡിപെൻഡന്റ് ചർച്ചുകളുണ്ട്. എന്നാൽ ഹല്ലേലൂയ എന്റെ വിശ്വാസം ഒന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണ് ഞങ്ങളുടെ കഴിഞ്ഞ ആഴ്ചയിലാണ് ചർച്ച ഫുള്ളായി. ആമേൻ, നിങ്ങൾ പ്രാർത്ഥിക്കുക. അനേകർ സ്നാനപ്പെടാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ആമേൻ, യേശു വരുമ്പോൾ കാഹളം ധ്വനിക്കുമ്പോൾ ഒരു കൂട്ടത്തോടുകൂടെ പറക്കത്തക്ക രീതിയിൽ അമ്മേ ഹല്ലേലൂയ നമുക്ക് മുന്നേറാം. പേർ വിളിക്കും, നേരം കാണും എന്റെ പേര്. അമ്മേ നമ്മൾ പാടും. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കൈ തന്നാൽ പറയാൻ കഴിയുമോ? സന്തോഷത്തോടെ ഏറ്റെടുപ്പാൻ ദൈവം നമ്മളെ സഹായിക്കും. ക്രൂശുമേൽ കാണുന്ന യേശുവിനെ കണ്ടുകൊണ്ട് അവസാനം മൊഴിയിലാണ് സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് തന്റെ ജീവൻ എനിക്ക് വേണ്ടി കൊടുത്തു. ആ ജീവൻ എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയെങ്കിൽ എന്റെ ആയുസ്സും എന്റെ ജീവനും ആരോഗ്യമല്ല ആ യേശുവിന് വേണ്ടി തീർക്കണമെന്റെ ആഗ്രഹമാണ്. അതിനുവേണ്ടി അമ്മേ ഇതിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട്, ഇതിന്റെ അസാദ് എന്ന അമ്മ ഈ മാധ്യമത്തിലുള്ള പ്രിയപ്പെട്ടവരോട് എൻ്റെ ഒരൊറ്റ അപേക്ഷയുള്ളൂ. നമുക്കൊരുങ്ങാം. കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തു തീർത്ത് നല്ലവനും വിശ്വസ്തനുമെന്ന ദാസനെന്ന പേരിന് യോഗ്യനായി അമ്മയെ തീർക്കുവാൻ വെക്കണം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ഈ സൂം മീറ്റിൽ കൂടെ അമ്മ എന്നെ നടത്തിയ ദൈവത്തിന്റെ അമ്മ അനുഭവങ്ങൾ ഷെയർ ചെയ്യുവാൻ ദൈവം ഭാഗ്യനായ സ്തോത്രം. അതിനുവേണ്ടി അവസരമൊരുക്കി തന്ന പ്രിയ ദൈവദാസന്മാരുടെ ശ്രേഷ്ഠദാസന്മാരോട് എൻ്റെ വന്ദനത്തെ അറിയിക്കുകയാണ്. നിങ്ങൾ സമയമുള്ളപ്പോൾ പഞ്ചാബിൽ വരണം. അമ്മേൻ, പഞ്ചാബിൽ വന്നിട്ട് നമുക്കൊന്നിച്ച് അമ്മേൻ കർത്താവിന്റെ വേലയിൽ മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ കൃപ നിങ്ങളോടും ഞങ്ങളുടെ വേലയോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. കർത്താവ് വേഗം ഒന്ന് മാറാനാഥ ഒരുക്കിക്കൊണ്ട് കാത്തിരിക്കാം. ദൈവം സഹായിക്കട്ടെ. ആമേൻ, ആമേൻ. പാസ്റ്റർകളെ, മാറാനാഥ നമ്മുടെ കർത്താവ് വേഗം വരുന്നു. എനിക്കൊത്തിരി ഇഷ്ടമുള്ള ഒരു വാക്കാണ്. എൻ്റെ പപ്പ നോർത്ത് ഈസ്റ്റ് ആസാമിൽ തേസ്പൂരിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. പപ്പ പറയുന്നൊരു വാക്കായിരുന്നു മാറാനാഥ. പപ്പയുടെ ലെറ്റർ ഹെഡിലും എല്ലാം പപ്പ എപ്പോഴും എഴുതുന്നൊരു വാക്കായിരുന്നു മാറാനാഥ. ദൈവത്തിൻ്റെ സ്തോത്രം. ഒത്തിരി വലിയ ജീവിതാനുഭവങ്ങളിലൂടെ ആ പ്രിയ പാസ്റ്റർകളെ കടന്നുപോയത്. കുറേ കാര്യങ്ങൾ പിന്നെയും ചോദിക്കാനും അറിയാനും ഒക്കെ ഉണ്ട്. സമയമുണ്ടല്ലോ അല്ലേ പാസ്റ്റർകളെ? ഒരു കുഴപ്പമില്ല. അതെ അതെ. വൈഫിൻ്റെ മരണം, കുഞ്ഞുങ്ങളുടെ മരണം, കടന്നുപോയ പ്രതിസന്ധിയുടെ അനുഭവങ്ങൾ കർത്താവ് ഇറങ്ങി ബലപ്പെടുത്തി. സാധാരണഗതിയിൽ നമ്മൾ ഞാനങ്ങനെ പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. എന്നാൽ തന്നെ സഹോദരിമാർ, ഭർത്താക്കന്മാർ മരിച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ അവർ പിടിച്ചു നിൽക്കും. കാരണം അവർ വീട്ടുകാര്യങ്ങൾ ചെയ്യാനറിയാം, വീട്ടുജോലി ചെയ്യാനറിയാം, കുഞ്ഞുങ്ങളുമായിട്ട് അവർക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ അങ്ങ് പോവും. പക്ഷേ എന്നാൽ പുരുഷന്മാർ പൊതുവെ അങ്ങനെ ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ ഒരു വലിയ ചലഞ്ചാണത്. നമ്മൾ ഒത്തിരി സഹോദരിമാരുടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഭർത്താക്കന്മാരും കുഞ്ഞുങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പാസ്റ്ററുകളുടെ സാക്ഷ്യം അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാകുന്ന ഒരു ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നൊരു സാക്ഷ്യമാണ്. ഇങ്ങനെയൊരു സാക്ഷ്യം ആദ്യമായിട്ടാണ് നമ്മൾ നമ്മുടെ ചാനലിൽ കൊണ്ടുവരുവാനിടയായിത്തീരുന്നത്. ഒരു വലിയ ചലഞ്ചിൽ കൂടെ പോയി, എന്നാൽ ദൈവം ശക്തീകരിച്ചതിനെ ഓർത്ത് ഇന്നും
ആ കപൂർത്തല 20 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലായിടങ്ങളിലും കർത്താവിനെ കുറിച്ച് പറഞ്ഞല്ലേ? തീർച്ചയായിട്ടും. ഞാന് ഡൽഹിയിലെ ഗ്രേസ് ബൈബിൾ കോളേജിൽ പിള്ളേരെ വരുത്തും. അവർക്ക് അവധിയുള്ള സമയങ്ങള് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെല്ലാ ഗ്രാമങ്ങളിലും, ഇപ്പോഴങ്ങനെ സ്വാതന്ത്ര്യമില്ല, എന്നാൽ എല്ലാ വീടുകളിലും ഒരു സുവിശേഷ പ്രതി കൊടുക്കാത്ത വീടുകളില്ല. അമ്മേ, പക്ഷെ സമയമാണ്. അതിൻ്റെ ഒരു ഹാർവസ്റ്റ്, അതിൻ്റെ ഒരു റിസൾട്ട് ഇപ്പം വരുന്നുണ്ട്. കാരണം ഇന്ന് പഞ്ചാബിൽ ഒത്തിരി പേര് യേശുവിനെ, അറ്റ്ലീസ്റ്റ് യേശു എന്ന പേര് വായിലെടുക്കുന്ന ആളുകൾ ഒത്തിരി പേര് ഇന്ന് പഞ്ചാബിലുണ്ടല്ലോ. പഞ്ചാബിലുള്ള അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. എന്തൊക്കെ അതിന് നമ്മൾ മറ്റു രീതിയിലുള്ള അപവാദങ്ങൾ, കഥകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടെങ്കിൽ പോലും യേശു എന്ന പേരെടുക്കുന്ന അനേകർ പഞ്ചാബിൽ ഇന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഞാൻ യേശു എന്ന് പറഞ്ഞാൽ അറിയാൻ മേലാത്തൊരു ജനത്തിന്റെ നടുവില് ഇന്ന് പഞ്ചാബിൽ യേശു എന്ന് അമ്മ കേൾക്കാത്ത ഒറ്റ ചെവിയിലെന്നാണ് എൻ്റെ വിശ്വാസം. അവൻ മാധ്യമം കൂടെ ആണെങ്കിലും അമ്മ ഈ ടി വിയിലൊക്കെ കാണുന്നുണ്ട്. കാരണം യേശു അമ്മ വിടിപ്പാൻ ശക്തനായ ഒരു ദൈവമെന്ന് പഞ്ചാബ് അറിഞ്ഞു കഴിഞ്ഞിരിക്കുക. അതെ പാസ്റ്റങ്ങളെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ പഞ്ചാബിലുള്ള സഭാ വളർച്ചയെക്കുറിച്ച് എല്ലാ മാധ്യമങ്ങളും, സെക്കുലർ മാധ്യമങ്ങളും നമ്മളെപ്പോലുള്ള ക്രിസ്ത്യൻ മാധ്യമങ്ങളും എല്ലാം ചർച്ച ചെയ്ത കാര്യമാണ്. നമ്മളെപ്പോലെയുള്ള ചർച്ചുകൾ, പെന്റിക്കോസ്റ്റൽ ചർച്ചുകൾ, അടിസ്ഥാനപരമായിട്ട് വളരെ ഉപദേശവിശുദ്ധിയൊക്കെ പാലിക്കുന്ന ചർച്ചുകൾ, നമ്മുടെ ചർച്ചുകൾക്ക് സത്യത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ വലിയ ഗ്രോത്ത് ഉണ്ട് അല്ലേ? കാരണം ഈ നമ്മുടെ പണ്ടത്തെ നാട്ടിലെ ഈ കത്തോലിക്ക സമുദായം കോട്ടയിലെ കുറവ് നടത്തിയിരുന്നു. അത് വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അവരെല്ലാം സ്നാനപ്പെടാനും ആ വിശുദ്ധി പ്രാപിപ്പാനും സത്യത്തിലൊക്കെ ഒരുപാട് എത്തുന്നു. കാരണം ഇവിടെ ഒരു 100 പേരെ വചനം കേട്ടാൽ 10 പേരെങ്കിലും ആമേൻ വിശുദ്ധോടെ നിൽപ്പാൻ നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ചർച്ചകളൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുക. എൻ്റെ ഒരു അറിവെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള ബേസ്ഡ് പെന്റിക്കോസ്റ്റൽ ചർച്ചുകൾക്കൊക്കെ അവിടെ വലിയ ഗ്രോത്താണ് ഈ ദിവസങ്ങളിൽ കിട്ടിയതെന്ന്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പുതിയ സഭകളിൽ പോകുന്ന ആളുകൾ തന്നെയാണെങ്കിൽ ഒരു 2ാം ഘട്ടത്തിൽ നമ്മുടെ അടുക്കലേക്ക് വരുന്നു. അതെ, ഞങ്ങളുടെ ബോംബെയിലും ഞങ്ങളതാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. ഈ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് പോലെയുള്ള ഇതുപോലെയുള്ള കൂട്ടങ്ങളിൽ നിന്ന് ആളുകൾ പോയി യേശുവിനെ കേട്ടിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് പിന്നെ വരുന്നത് നമ്മുടെ സഭയിലേക്കാണ്. അപ്പോൾ അവർ അടുത്ത സ്റ്റെപ്പിലേക്ക് വളരുന്നു. 1ാം ക്ലാസ്സിൽ പഠിച്ചവരെ, നഴ്സറി സ്കൂളിൽ പഠിച്ചവരെ അപ്പനും അമ്മയും പ്രൈമറി സ്കൂളിലേക്ക് മാറ്റി അഡ്മിഷൻ എടുക്കുന്നത് പോലെ കർത്താവ് നഴ്സറി സ്കൂളിൽ വിട്ട പലരെയും നമ്മുടെയൊക്കെ സ്കൂളുകളിലേക്ക് കൊണ്ടുവന്ന് മാറ്റി ചേർക്കുന്നു. എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുള്ളത്. അങ്ങനെ അവർ പഠിച്ച് വളരട്ടെ. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർകളെ, ഒത്തിരി ജീവിതാനുഭവങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഓടിച്ച് ചുരുക്കത്തിൽ പറയുകയായിരുന്നു. ദൈവം കരുതിയ കരുതലുകൾ, എലിയാവിനെ പോഷിപ്പിച്ചതുപോലെ ഒക്കെ കരുതിയ കരുതലുകൾ, കർത്താവ് സൂക്ഷിച്ച പരിപാലിച്ച പരിപാലനങ്ങളൊക്കെ ഉണ്ടെന്നറിയാം. അങ്ങനെ മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ ഞാനിപ്പോൾ പഞ്ചാബ് ഗവൺമെന്റ് മൈനോറിറ്റി കമ്മീഷന്റെ അഡ്വൈസറി മെമ്പറാണ് ഇപ്പം സ്റ്റിൽ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ഇവിടൊക്കെ മന്ത്രിമാരൊക്കെ വരും. നമ്മൾ ഒരു കാലത്ത് പട്ടിണി കിടന്നെങ്കിലും ഇവിടെ ഓരോ മന്ത്രിമാർ വരുമ്പോൾ ഇവിടെ എല്ലാ ഞായറാഴ്ചകളും ഞങ്ങളുടെ ഫുഡ് കൊടുക്കും, ആഹാരം കൊടുക്കും. അമ്മ ഇവിടെ പഞ്ചസാര, അരി, അമ്മ ഗോതമ്പൊക്കെ അമ്മ കൂടി കിടന്നിട്ടുണ്ട്. ഞാൻ കർത്താവേ മതിയെന്ന് പറഞ്ഞ അനുഭവമുണ്ട്. പഞ്ചസാരയൊക്കെ അമ്മ എല്ലാവരും കൊടുത്താലും പിന്നെ മിച്ചം പൊരിക്കുക. ഇപ്പം നമുക്ക് സഭ വളർന്നതുകൊണ്ട് എല്ലാ ആഴ്ചയിലും ഫുഡുണ്ട്, സഭക്കാർ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, ഒരു ദിവസം കർത്താവിന്റെ പട്ടിണി കിടന്നാൽ അമ്മേ നിന്നെ പോഷിപ്പിക്കുവാൻ അമ്മ സ്വർഗത്തിൽ കിളിവാതില് ഇന്നും തുറക്കും. അത് അനുഭവിക്കാൻ വേണ്ടി നമ്മളെ പട്ടിണിടുന്നത്. എല്ലാ വഴികളും അടഞ്ഞാലും അമ്മേ സ്വർഗത്തില് ദൈവത്തിന്റെ വഴി നമുക്ക് തുറക്കും. പിന്നെ ഞാനൊരു കാര്യം, നമ്മുടെ കോട്ടയത്തെ ആ പേര് പരിശ്രമിക്കണം, മലയാള മനോരമയിൽ ഒരു ഓഫീസർ ഉണ്ടായിരുന്നു, ഇന്ന് ക്യാപ്റ്റനായിരുന്നു.
അന്ന് അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ ഇരിക്കാൻ ഞങ്ങളുടെ കൊടുക്കാനൊന്നുമില്ല. ഈ മൂട എന്ന് പറയുന്ന ആ ആ ഈ ഇതുണ്ടാക്കി ചെറിയ മൂട പോലെ സാധനമാണ്. പെട്ടെന്നൊരു വിരിച്ചിട്ട് താഴെ ഇരുത്തിയാണ് ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഒന്നുമില്ല വീട്ടില്, ഫർണിച്ചറൊന്നും. എന്നാൽ ഇന്ന് ഞാൻ ആ ബുദ്ധിയോടെ പറയാണ്, ഇന്ന് നമ്മളെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുക. എല്ലാം നമ്മുടെ കരം വിശുദ്ധമായിരിക്കണം. ഞാൻ ഇവിടെ പറയുന്നത് നമ്മുടെ ബാങ്ക് ബാലൻസ് പോലും വിശുദ്ധമായി തീരണം. ദൈവത്തിന് ഹിതമല്ലാത്ത ഒരു രീതിയിൽ നമ്മൾ പോകാതെ നേരെ നിന്നാൽ അവൻ ഇയ്യോബിന്റെ കഷ്ടത മാറി ജീവിതത്തിൽ മാറ്റം വരുത്തിയ അതേ ദൈവം എന്നെ കർത്താവ് കഷ്ടതയാക്കിയെങ്കിൽ ഇന്ന് ദേശത്ത്, ഇന്ന് ഈ പട്ടണത്തിലെ കളക്ടറാകട്ടെ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആകട്ടെ, ഏത് ഡിപ്പാർട്ട്മെന്റിലും അമേൻ അധികാരത്തോടെ എന്നെ ദൈവം മാനിച്ചിരിക്കുക. നമ്മൾ വിശ്വസ്തരാണെങ്കിൽ നമ്മളെ 100% ഞാൻ പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റുന്നില്ല. നമ്മളെ ബലഹീനം ഉണ്ടെങ്കിലും അതൊന്നും കണക്കിടാതെ ഈ ദേശത്ത് ദൈവം മാനിച്ചിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ സഭയിലെ ഒരു മലയാളി, ഇപ്പൊ പട്ടാളത്ത് ഒരു മലയാളി, അവർ 2 വർഷത്തിന് ഒരൊറ്റ മലയാളി. അമേൻ. എന്നാൽ നമ്മുടെ കർത്താവ്, നീ ഉള്ളങ്കാല് വെച്ചോ, ആ ദേശം നിന്റെ കൈത്തിൽ. ഈ രാജ്യം, ഈ പട്ടണം കർത്താവ് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വലിയ ഭാരമുണ്ട്. ഈ പട്ടണത്തിന് കർത്താവെ, അബ്രഹാം പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ 50 കാണണം. അമ്മ എൻ്റെ ആയുഷ്കാലം മുഴുവനും അമ്മ ഈ ദേശത്തിന് വേണ്ടി ഞാൻ അമ്മയിൽ നിന്നെങ്കിൽ ഇവിടുന്ന് കർത്താവിന്റെ കാഹളധ്വനിയില് ചിലർ പോയില്ലെങ്കിൽ എൻ്റെ ഈ പ്രവർത്തനം കൊണ്ട് സ്വർഗരാജ്യത്തിന് എന്ത് ലഭിച്ചു? എൻ്റെ ഭാരം ഇതാണ്. കർത്താവെ, അബ്രഹാം പ്രാർത്ഥിച്ചതുപോലെ ചിലരെ നീ അവൻ സ്വർഗത്തിന്റെ അവകാശമാക്കണമെന്ന് പ്രാർത്ഥന. അത് ചെയ്തോണ്ടിരിക്കുക, ഇനിയും ചെയ്യും. ഈ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞ സന്ധ്യയിൽ ദൈവം പിന്നെയും ഭാഷണങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഭാഷണങ്ങൾക്ക് ഒന്ന് പ്രാർത്ഥിക്കുക. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ, സമയമില്ല എന്ന് ഓർക്കരുത്. ആഡ് ചെയ്യാൻ ഒന്നും ഇല്ല എങ്കിൽ, എനിക്കറിയാം അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടെന്ന്, എന്നാൽ മറ്റെന്തെങ്കിലും പ്രത്യേകമായി പറയാനുണ്ടെങ്കിൽ പറയാം. ഇല്ല എങ്കിൽ നമ്മുടെ എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തി കോട്ടയം മെഡിക്കൽ കോളേജിലെ ഗൈനക്ക് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നൊരു സ്റ്റാഫാണ്, നേഴ്സാണ്. അമേൻ. എന്നാൽ എൻ്റെ ഭാര്യയെ ചെക്ക് ചെയ്തപ്പോഴേ യൂട്രസിനകത്തൊരു മുഴയുണ്ടെന്ന് പറഞ്ഞു. ഒരു മുഴ, അത് ഓപ്പറേറ്റ് ചെയ്യണം, അല്ലാതെ കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല. എന്നെ ടെസ്റ്റ് ചെയ്തു, ഓപ്പറേഷൻ എല്ലാം ഡേറ്റ് ഫിക്സ് ചെയ്തു. അപ്പൊ ഞാൻ പറയട്ടെ, മെഡിക്കൽ കോളേജിൽ ഒരു ഡേറ്റ് കിട്ടുന്നത് ഞാൻ വേണ്ടിയിട്ടാണ്. ഡോക്ടർ എലിസബത്ത് എന്ന് പറഞ്ഞ ഡോക്ടറാണ് ആ ഗൈനക്കിന്റെ HOD. ഞങ്ങൾക്ക് ഡേറ്റ് തന്നു. ഞാൻ ദൈവത്തിന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ ദൈവനോട് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഹോമിൽ. എന്റെ ചേട്ടത്തി എന്നോട് ഒത്തിരി പരോഗ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടത്തി ഞാൻ ഈ മരുന്ന് എൻ്റെ കുഞ്ഞുമായിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ ഈ ഡോക്ടറെ കഞ്ഞിന് ഒരു ആപ്പിൾ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ അമ്മേ തിരിച്ചു വന്നു, പ്രാർത്ഥന ആരംഭിച്ചു. അതിന് കാര്യമായി ഒത്തിരി പ്രതികൂലമുണ്ടായി. അമ്മേ ബ്ലീഡിങ്ങൊക്കെ ആയി പലപ്പോഴും. എന്നാൽ കർത്താവ് ഒരു ആൺകുഞ്ഞിനെ തന്നു. അതുമായിട്ടാണ് ഞാൻ നാട്ടിൽ ചെല്ലുന്നത്. ഞാൻ രോഗശാന്തി വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ. ഞാൻ മരുന്നോട് എതിരല്ല. എനിക്ക് ടൈഫോയിഡ് വന്നിട്ടുണ്ട്, മലേറിയ വന്നിട്ടുണ്ട്, മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ
പ്രാർത്ഥിച്ച് തീരുമാനമെടുത്തിട്ടില്ല. ഇന്നും കൃപയിൽ നിൽക്കുന്നു. നാളെ മരുന്നെടുക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഹോസ്പിറ്റലിൽ കേട്ടിട്ടുള്ളൂ. എൻ്റെ ഗോൾ ബ്ലാഡറിലെ കല്ലായി, 2-3 കല്ലുണ്ടായി. വേദന കൂടിക്കഴിഞ്ഞപ്പോൾ അമ്മേൻ അത് എടുത്തു കളയാൻ മാത്രമാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത്. ഇന്ന് വരെയും ദൈവം തന്നെ നടത്തുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ മരുന്ന് ചെയ്യുന്ന പാവമൊന്നും ഞാൻ പറയത്തില്ല. എൻ്റെ കർത്താവ് നടത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസിച്ച് ഞങ്ങളുടെ ചർച്ചിലൊക്കെ ഞങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ അവർ ഗേറ്റെ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ച സാക്ഷ്യം പറയുമ്പോഴാണ് അമ്മേൻ അവരനുഭവിച്ച സന്തോഷം മനസ്സിലാക്കുന്നത്. നമുക്ക് ആ പഴയ കാല അനുഭവത്തിലേക്ക് പറഞ്ഞു എൻ്റെ വിശ്വാസം പറയും, എൻ്റെ ആഗ്രഹമുണ്ട്. ആ പഴയ വേർപാടിലേക്ക്, ആ പഴയ വിശുദ്ധിയിലേക്ക്, ആ പഴയ തീഷ്ണതയിലേക്ക്, ആ പഴയ ആരാധനയിലേക്ക്, ആ പഴയ ദൈവസ്നേഹത്തിലേക്ക്, ആ പഴയ കൂട്ടായ്മയിലേക്ക് നമ്മൾ മടങ്ങി വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം ഇതാണ്. നടക്കാൻ പോകുന്നില്ല അറിയാം. എങ്കിലും കക്ഷി വൈരാഗ്യങ്ങളൊന്നുമില്ല, ശത്രുസൂത്രപ്പടങ്ങളൊന്നുമില്ലെന്ന് പാടുക മാത്രമല്ല നമുക്കത് അനുഭവിക്കാൻ കുറവാണ്. എൻ്റെ ഇത് കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരോട് ഇത് പറയാനുള്ളത്, നിങ്ങൾ വിശ്വസിച്ചു. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് രോഗമുള്ള ഭാഗത്ത് നിങ്ങൾ വിശ്വാസത്തോടെ കൈവച്ചു. അമ്മേ ഇതിൻ്റെ ഒന്നുമല്ല, പക്ഷെങ്കിൽ നിങ്ങളുടെ യേശു നിങ്ങളെ വിടിയിപ്പാൻ ശക്തി. അപ്പോ യോഹന്നാനൊക്കെ പ്രാർത്ഥന സമയത്ത് ആലയത്തിലേക്ക് പോയപ്പോൾ അവർ കൈ കൊടുത്തു, കൂട്ടായ്മയുടെ കൈ. ഞങ്ങൾക്കൊന്നുണ്ട്, യേശുവിന്റെ നാമം കുതിച്ചെഴുന്നേക്കാൻ പറ്റും. അവിടെ നിന്ന് അരിയാണി ഉറച്ചു. അമ്മേ ഇന്നുവരെ കൈഞ്ഞിട്ട് താന്ന് പറഞ്ഞ വ്യക്തി കൈ മുകളോട്ട് പൊക്കി അവനെ വിടിവിച്ച ദൈവത്തിന് നടന്നു തുള്ളി ആലയത്തിന്റെ അകത്ത് കൊണ്ടാക്കിയെങ്കിൽ ആ ദൈവം നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്കൊന്നുകൂടെ ഉറയ്ക്കണം. കഷ്ടത വരണം, പട്ടിണി വരണം, വേദന വരണം, നൊമ്പരം വരണം. ഇതൊക്കെ വന്നാൽ മാത്രമേ നമ്മളെ ശുദ്ധീകരണം ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ അധികം ഫലം കായ്ക്കണമെങ്കിൽ നിങ്ങളെ ചെത്തി വെടിപ്പാക്കണം. ജീവിതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കത്താവേ, അറിഞ്ഞോ അറിയാതെയോ ചിന്തകളിലെ വന്നവർക്ക് തെറ്റുകൾ ക്ഷമിച്ച് നമ്മുടെ ഇന്നത്തെ കാലത്ത് ബന്ധക്കോസ്കാരെന്ന് പറയുന്നവരെ രക്ഷിക്കപ്പെടണം, ചിരിച്ചോടെ രക്ഷിക്കപ്പെടുന്നത്. സ്ഥാനപ്പെടം ചിരിച്ചോടാണ്. അഭിഷേകം പ്രാപിച്ച് ഇന്ന് ബന്ധക്കോസ് കൂട്ടായ്മയില് ബ്രദറൻ അനുഭവത്തിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അഭിഷേകം പ്രാപിക്കണമെന്നുള്ള ഞാനൊന്നും എതിരില്ല. പക്ഷെങ്കിൽ ആദിമ നൂറ്റാണ്ടിലെ അനുഭവത്തിലേക്ക് ദൈവസഭ മടങ്ങി വരണം. ആ വിശുദ്ധിയിലേക്ക്, ആ വേർപാടിലേക്ക്, ആ തീഷ്ണതയിലേക്ക് മടങ്ങി വരുമ്പോഴാണ് ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് ഒരുങ്ങണം, നമ്മളൊന്ന് ശക്തീകരിക്കണം. കാരണം നമ്മൾ എസ്രായുടെ പുസ്തകം വായിക്കുമ്പോൾ അവര് ബാബേലിലേക്ക് പോകാൻ തീരുമാനമെടുത്ത് യാത്ര തിരിഞ്ഞപ്പോൾ വഴിയിൽ പതിയിരിക്കുന്നതായ ശത്രു അവരെ യാത്ര മുടക്കുന്ന 8-ാം അധ്യായത്തിൽ 8:30 വായിക്കുന്നുണ്ട്. പ്രതികൂലം എന്നാൽ ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് എത്തേണ്ട സ്ഥാനത്ത് അവർ എത്തിച്ചു. നമ്മളെ എത്തേണ്ട സ്ഥാനം എത്തിക്കുവാൻ നമ്മളെ വിളിച്ചവന്റെ ഉത്തരവാദിത്വമാണ്. ഉണ്ട് നമുക്ക് ഈ ദിവസങ്ങളെന്നും കത്തി എരിയണം. ജോൺ ഹെഡ് പഞ്ചാബിന് വേണ്ടി പ്രാർത്ഥിച്ച ഇന്നും സ്ഥലം പോകയില്ലേ. പ്രാർത്ഥിച്ച് പുള്ളി മുട്ടുകുത്തിയ സ്ഥലം ഒരു കുഴിയെ ഇന്നുകൊണ്ട് കേട്ടോ. പഞ്ചാബിൽ മോഗ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്നുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടി കണ്ട് തന്നുകൊണ്ടിരിക്കുക. നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക, ശക്തീകരിക്കാം. യേശു വരാനായി. കാരണം മണവാളൻ വരുമ്പോൾ മണവാട്ടി തങ്ങളെ തന്നെ ഒരുക്കി. 5 വിട്ടുപോയാലേ 10 പേര് ഒരുങ്ങിയവരാ, കാത്തിരുന്നവരാ, വളക്കുണ്ടായിരുന്നു.
അവരും ശബ്ദം കേട്ടു, വിളക്കെത്തിച്ചു. എന്നാൽ 5 വേള എണ്ണയില്ലാതെ പോയ പോലെ ആയിത്തീരാതെ വണ്ണം ദൈവത്തോട് കടുത്തു വരാം. കർത്താവേ, ഈ ലോകത്തിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, യേശുവിനെ ആമേ സ്തുതിച്ചോട് മുന്നേറും. അപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ വില്യങ്കേരിയുടെ ഗ്രാമത്തിൽ ഞാൻ ഇവിടെ ലിവിങ്സ്റ്റന്റെ വീട്ടിൽ ഞാൻ പോയി. അതേ ഇരുന്ന കസേര ഞാൻ കണ്ടു. ഞങ്ങളത് മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, മനുഷ്യരെ തിന്നുന്നവരെ മനുഷ്യ സ്നേഹിയാക്കി മാറ്റിയ ദൈവകൃപ, അതിന് യോജിച്ച ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളത് അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. യേശു വരാനായി. ഇനിയും സമയം കിട്ടുമ്പോഴൊക്കെ ഓരോന്ന് പൊങ്ങി വരിക, പറയാൻ തിടുക്കുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിൽക്കുന്നവൻ അമ്മേ സൂക്ഷിച്ചോളം വീഴാതെ വേണം. എന്റെ ആഗ്രഹം ഇതാണ്. അമ്മേ, എനിക്ക് ലോകത്തിൽ പറയാൻ ചില വസ്തു നാട്ടിലുണ്ട്. ഞാൻ പറഞ്ഞത് 10 ലക്ഷമേ ഉണ്ട്, 10 ആത്മാക്കളാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന 12 കുടുംബം ഒരു വർഷം. എന്റെ പ്രാർത്ഥികത 1 മാസം ഒരു കുടുംബം. പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും ചോദിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും സഹായിക്കുന്നു. ഞാൻ ഈ ടീമിന് വേണ്ടി അമ്മ പ്രത്യേകം ഞങ്ങളെ നിങ്ങളുടെ വിഷയത്തിൽ ശനിയാഴ്ച ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കും. താങ്ക് യു പാസ്റ്റർകളെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വെളിപ്പെടുവാൻ, വിശ്വാസത്തിൽ ബലം വെളിപ്പെടുവാൻ, അതുപോലെ തന്നെ അനേകർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തയ്യാറാകാനൊക്കെ പാസ്റ്ററുകൾ നമ്മളെ കാണുന്ന നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് പാസ്റ്ററുകൾ തന്നെ ആശീർവാദം പറഞ്ഞാട്ടെ. ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇതിലാരെങ്കിലും രോഗനായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കരം വിശ്വാസത്തോടെ, ഞാൻ പ്രശ്നമൊന്നല്ല, പക്ഷെങ്കിൽ നിങ്ങളുടെ കർത്താവ് നിങ്ങളുടെ സൗഖ്യത്തിന് വിശ്വാസം. അപ്പൊ നിങ്ങളുടെ വിഷയം എന്തുമായിക്കൊള്ളട്ടെ, യേശു പറഞ്ഞു, ആ കഴുത കെട്ടിക്കിടക്കല്ലേ, ആ ഒരു കഴുത കടിഞ്ഞുകൊണ്ട് വീണ്ടെടുക്കണമെങ്കിൽ ഒരു കുഞ്ഞാടറക്കണം. ആ കുഞ്ഞാടറത്താൻ മാത്രമേ ഒരു കഴുത നമ്മൾ വീട്ടിൽ വളർത്താൻ. ഇല്ലെങ്കിൽ അതിന് തക്ക പണം കൊടുക്കണം. ഇത് കണ്ട യേശു ആത്മാവിൽ കണ്ടോട് പറയാണ്, അവിടെ കെട്ടപ്പെട്ട് കിടക്കുക, അടിക്കാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിന്റെ ഒരു ശക്തിക്ക് നമ്മളെ കെട്ടിക്കിടപ്പാൻ അനുവദിക്കും. ഞാൻ പ്രാർത്ഥിക്കാൻ, യേശുവേ, അങ്ങയുടെ നാമത്തില് വിടുതലുണ്ട്, അങ്ങയുടെ നാമത്തില് സൗഖ്യമുണ്ട്, അങ്ങയുടെ നാമത്തില് ആശ്വാസമുണ്ട്, അങ്ങയുടെ നാമത്തില് വഴി തുറക്കുന്ന സ്തോത്രം. സ്വർഗത്തിലെ കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് അല്പസമയം അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച ഭാഗ്യനായ സ്തോത്രം. കർത്താവേ, ഇതിനു വേണ്ടി മുതൽ മുടക്കുന്ന എന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, അനേകരുടെ ജീവിതത്തില് യേശുവിന്റെ നാമം എത്തിച്ചു കൊടുക്കുവാൻ ഈ മാധ്യമ പ്രവർത്തനം നീ മാനിക്കണം. അതിന് മുമ്പിലേക്ക് എന്റെ മക്കളെ നീ അനുഗ്രഹിച്ചാട്ട് കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ശ്രവിക്കുന്ന എവിടെല്ലാം ആരെല്ലാം ആയിരിക്കുന്നു അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും നാഥന യേശുവിന്റെ നാമത്തില് ഈ ഭൗതിക ശരീരത്തില് ഏതെങ്കിലും രോഗമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഭാരമുണ്ടെങ്കിൽ, തകർന്ന കുടുംബമുണ്ടെങ്കിൽ, തകർന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തില് കർത്താവെ, സകലത്തെ ശക്തനാക്കുവാന്, സകലത്തെ വിടുവിക്കാന്, ഒടിക്കുന്നവനും ഒടിക്കെട്ടുന്നവനും മാമേഹല്ലേലൂയ നാമത്തില് അടിയ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇതിന്റെ സൗഖ്യത്തിന്റെ കരം, വിടുതലിന്റെ കരം, ആശ്വാസന കരം, കണ്ണുനീർ തുടയ്ക്കുന്ന കരം ഇന്ന് രാത്രികാലം അമ്മ യേശുവിന്റെ നാമത്തില് ഞാൻ പ്രാർത്ഥിച്ച് നിന്റെ മക്കൾക്ക് വേണ്ടി കർത്താവെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കർത്താവേ. അടുത്ത ദിവസം ചില സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കട്ടെ, അടുത്ത ദിവസം ചില അത്ഭുതങ്ങൾ നടക്കട്ടെ, അടുത്ത ദിവസം അങ്ങയുടെ മഹത്വം കർത്താവെ ഈ അമേലിയ
ഈ മാധ്യമം കൂടെ വെളിപ്പെടുത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെല്ലാവരും അനുഗ്രഹിച്ചാൽ ഒരിക്കൽ കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. നന്മ നിറയ്ക്കണമേ. പ്രത്യാലെ നിന്റെ മകന്റെ കുടുംബത്തിനായി സ്തോത്രം. അവരെ കൊണ്ട് ചെയ്യുന്ന ഈ നല്ല പ്രവർത്തിക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെ വീണ്ടും ശക്തീകരിക്കുകയും അവർക്ക് ലഭിച്ച ദർശനം മങ്ങാതെ വണ്ണം കർത്താവേ ഇത് സൂക്ഷിക്കണം പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കും കർത്താവേ. മാനവത്വം തിരുമ്പിയെടുക്കണമേ. സകലവും ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുവിന്റെ നാമത്തിൽ താഴ്മയോട് യാചിക്കുന്നു. ദയതോ നിൽക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വാസയോടെ ശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസാര കാവല് ഈ മാധ്യമ പ്രവർത്തനങ്ങളോട് ഇന്ന് ശ്രമിച്ച പ്രിയപ്പെട്ടവരോട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹം ഇന്നു മുതൽ നിത്യത വരെ ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. ഒരു പ്രാവശ്യം നന്ദി പറയുന്നു. പ്രേക്ഷകരോടുള്ള നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കാൻ അനുഗ്രഹിക്കട്ടെ. God bless you all. Have a wonderful time. Thank you for watching. God bless you.